ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും കിരൺ സ്റ്റഡി സർക്കിളിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളിന്ന് പഠിക്കാൻ പോകുന്ന ടോപ്പിക് എന്ന് പറയുന്നത് റെഗുലേറ്റിംഗ് ആക്ട് ഓഫ് 1773 എന്നാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ടോപ്പിക് വരുന്ന ഭാഗം എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ക്രിയേഷൻ ഓഫ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ. അതായത് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ നമ്മൾ ഉണ്ടാക്കാൻ വേണ്ടി പോവാണ്. നമ്മളെന്ന് വെച്ചാൽ ഇന്ത്യക്കാർ ഉണ്ടാക്കാൻ വേണ്ടി പോവാണ്. അപ്പൊ അതിന് അവർക്ക് ഒരുപാട് റെഫറൻസ് വേണം. അപ്പൊ ആ കോൺസ്റ്റിറ്റ്യൂഷൻ ഉണ്ടാവുന്നത് ഒരുപാട് ആക്ട്സിലൂടെയാണ്. അതിന്റെ ആദ്യത്തെ ഭാഗമാണ് നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത്. അതിൽ വരുന്ന ആക്ടിന്റെ പേരാണ് റെഗുലേറ്റിംഗ് ആക്ട് 1773. ഓക്കെ, എന്റെ പേര് കിരൺ. എല്ലാവർക്കും കിരൺ സ്റ്റഡി സർക്കിളിലേക്ക് സ്വാഗതം. ഓക്കെ, അപ്പൊ നമുക്ക് ക്ലാസ്സിലോട്ട് പോകാം. അപ്പോൾ ക്ലാസ്സിലോട്ട് പോകുന്നതിന് മുമ്പ് നമ്മൾ പുതിയ PSC മെത്തേഡിലാണ് പഠിക്കുന്നത്. അതുകൊണ്ട് സമാധാനമായിരിക്കുക, ക്ലാസ് മുഴുവനായി കേൾക്കുക. ഓക്കെ, കൺസെപ്റ്റ്സ് അണ്ടർസ്റ്റാൻഡ് ചെയ്യുന്നതിന് നോക്കുക. നിങ്ങളുടെ അനലൈസിങ് സ്കില്ലും അപ്ലിക്കേഷൻ സ്കില്ലുമാണ് ഇംപ്രൂവ് ചെയ്യേണ്ടത്. വെറുതെ കാണാപ്പാഠം പഠിക്കരുത്. നോട്ട്സ് ഇംഗ്ലീഷിലും ഉണ്ട്, മലയാളത്തിലും ഉണ്ട്. സോ റിലാക്സ്, ഒരു സ്റ്റോറി കേൾക്കുന്നത് പോലെ എൻജോയ് ചെയ്യുക. ഓക്കെ, ഇതിൽ വരുന്ന ഫാക്ട്സ് എല്ലാം ഉറപ്പായിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യും, കിട്ടും. പക്ഷെ കൺസെപ്റ്റ് നന്നായിട്ട് മനസ്സിലാക്കാൻ നോക്കുക. എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും ചോദിക്കുക. എക്സാം ഹാളിൽ പോയിട്ട് ഡൗട്ട് വരുന്നതിനേക്കാളും നല്ലത് എന്ത് ഡൗട്ട് ഇപ്പൊ തന്നെ ക്ലിയർ ചെയ്യുന്നതായിരിക്കും. സോ PDF വേണ്ടിയിട്ടും ബാക്കിയുള്ള ഡൗട്ട്സ് ഇതെല്ലാം ചോദിക്കുന്നതിന് വേണ്ടിയിട്ടും ടെലഗ്രാം ചാനൽ ഉണ്ട്, ഗ്രൂപ്പ് ഉണ്ട്. @കിരൺ സ്റ്റഡി സർക്കിൾ 123 @കിരൺ സ്റ്റഡി സർക്കിൾ, അവിടെ ജോയിൻ ചെയ്യാവുന്നതാണ്. ഓക്കെ, ഫൈൻ. അപ്പൊ അങ്ങനെയാണെങ്കിൽ നമ്മൾ നോക്കാൻ പോകുന്നത് എന്താണ് റെഗുലേറ്റിംഗ് ആക്ട് 1773 എന്നാണ്. ഇതിനു വേണ്ടി ആദ്യം നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇതിൽ 3 വാക്കാണ്. ഓക്കെ, ഈ ഇന്നത്തെ ടോപ്പിക്കിലാകെ മൂന്നേ വാക്കല്ലേ ഉള്ളൂ. അതെ, ഒന്നാമത്തെ വാക്ക് എന്താ, റെഗുലേറ്റിംഗ്. രണ്ടാമത്തെ എന്താ, ആക്ട്. മൂന്നാമത്തെ എന്താ, 1773. ഇതിൽ 1773 1773 എന്നുള്ള ആർക്കും സംശയം ഉണ്ടാ? ഇല്ല, അതൊരു വർഷമാണ്. ആക്ട് എന്ന് വെച്ചാൽ എന്താ, ഒരു നിയമമാണ്. റെഗുലേറ്റ് എന്ന് വെച്ചാൽ എന്താ, നിയന്ത്രിക്കുക. അപ്പൊ ആരെയോ നിയന്ത്രിക്കാൻ വേണ്ടിയിട്ട് 1773 ഉണ്ടാക്കിയ ഒരു ആക്ട് ആണ് എന്ത്, റെഗുലേറ്റിംഗ് ആക്ട്. അപ്പൊ എന്റെ ചോദ്യം, ആരെയാണ് എന്ത് ചെയ്യാൻ പോകുന്നത്, നിയന്ത്രിക്കാൻ വേണ്ടി പോകുന്നത്? ഓക്കെ, നിയന്ത്രിക്കാൻ വേണ്ടി പോകുന്ന ആളുടെ പേരാണ് ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി. നിയന്ത്രിക്കുന്ന ആളുടെ പേരാണ് ബ്രിട്ടീഷ് പാർലമെന്റ്. സർ മനസ്സിലായില്ല? ആരെയാ നിയന്ത്രിക്കേണ്ടത്? ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയെ. ആരാണ് നിയന്ത്രിക്കാൻ പോകുന്നത്? ബ്രിട്ടീഷ് പാർലമെന്റ് ആണ് നിയന്ത്രിക്കാൻ പോകുന്നത്. ഇപ്പോ എന്തുകൊണ്ടാണ് ഒരാളെ നിയന്ത്രിക്കണം നമ്മൾ പറയാ? ഫോർ എക്സാമ്പിൾ, നമ്മൾ ക്ലാസ്സും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് ഒരു ക്ലാസ്സിൽ ഒരു കുട്ടി വെറുതെ ബഹളം ഉണ്ടായിക്കൊണ്ടേയിരിക്കുകയാണ്. അങ്ങനെയാണെങ്കിൽ കുട്ടിയെ നമ്മൾ എന്ത് ചെയ്യണം, നിയന്ത്രിക്കണം. നിയന്ത്രിക്കുന്ന ആളുടെ പേരെന്തായിരിക്കും? അധ്യാപകൻ. ആ കുട്ടിയെ നിയന്ത്രിച്ചല്ലേ പറ്റുള്ളൂ. അതെ, എന്ന് വെച്ചാ ഒരു കുട്ടി നല്ല രീതിയിൽ ഇരുന്ന് പഠിക്കുന്നുണ്ട്, കൃത്യമായി നോക്കുന്നുണ്ട്, നോട്ട്സ് എഴുതി എടുക്കുന്നുണ്ട്, ഡൗട്ട് ചോദിക്കുന്നുണ്ട്, നല്ല രീതിയിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നുണ്ട്, ക്വസ്റ്റ്യൻ വരുമ്പോൾ പറയുന്നുണ്ട്, കോൺസെൻട്രേഷൻ കറക്റ്റ് ആണ്. അങ്ങനെയുള്ള ഒരു കുട്ടിയെ കയറി റെഗുലേറ്റ് ചെയ്യേണ്ട, നിയന്ത്രിക്കേണ്ട എന്തെങ്കിലും കാര്യമുണ്ടാ? ഇല്ല. അപ്പൊ ആരെയാ നിയന്ത്രിക്കണത്? ഒരു റൂൾ ഉണ്ട്. ആ റൂൾ വിട്ട് ആരാണോ പുറത്തു പോകുന്നത് അവരെയാണ് നിയന്ത്രിക്കുന്നത്. ആ സമയത്തല്ലേ അവര് നിയന്ത്രിക്കുകയുള്ളൂ. കറക്റ്റ്. നിങ്ങൾ ട്രാഫിക് റൂൾസിനെ മാനിക്കാതെ എന്തെങ്കിലും ചെയ്താലല്ലേ പോലീസുകാർ വന്ന് പിടിക്കാൻ പോകുന്നുള്ളൂ. അല്ലാതെ നിങ്ങൾ ചുമ്മാ ഹെൽമെറ്റ് ഇട്ട് കറക്റ്റ് സ്പീഡിൽ വണ്ടി എടുത്തിട്ട് വീട്ടിൽ നിന്ന് സ്കൂളിലോട്ടോ അല്ലെങ്കിൽ കോളേജിലോട്ടോ അല്ലെങ്കിൽ ഓഫീസിലോട്ടോ പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ ആരെങ്കിലും നിങ്ങൾ നിയന്ത്രിക്കാൻ വരുമോ? ഇല്ലല്ലോ. അപ്പൊ എപ്പോഴാ നിയന്ത്രണം ഉണ്ടാവുക? എന്തൊക്കെയോ എവിടെയൊക്കെയോ പ്രശ്നം ചെയ്യുമ്പോൾ. മനസ്സിലായോ? അപ്പൊ ആരാണ് എന്തൊക്കെയോ എവിടെയൊക്കെയോ പ്രശ്നം ചെയ്തത്? ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി. അപ്പൊ ആരെ നിയന്ത്രിക്കാൻ പോകുന്നത്? ബ്രിട്ടീഷ് പാർലമെന്റ്. അപ്പൊ ഈ ആക്ടിന്റെ ഡെഫിനിഷൻ മനസ്സിലായോ? ബ്രിട്ടീഷ് പാർലമെന്റിന് ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയെ നിയന്ത്രിക്കണം. ഓക്കെ, അതിനുവേണ്ടി ഉണ്ടാക്കിയ ആക്ടിന്റെ പേരാണ് റെഗുലേറ്റിംഗ് ആക്ട് 1773. ഇതിന്റെ മലയാളം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നിയന്ത്രണ നിയമം 1773 എന്ന് പറയാം. അങ്ങനൊന്നുമില്ല, ഞാൻ എന്ത് ചെയ്യാൻ വേണ്ടിയിട്ടാ, മനസ്സിലാക്കാൻ വേണ്ടി പറഞ്ഞാണ്. ഇത്രയും കാര്യം ഓക്കെ ആണോ? ഇത്രയും കാര്യം ഓക്കെ ആണ്. അപ്പൊ 1773 ബ്രിട്ടീഷ് പാർലമെന്റ് ഒരു ആക്ട് പാസ്സാക്കി. ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ ടെറിട്ടറീസ്, അതായത് അവരുടെ കയ്യിലുള്ള എന്തൊക്കെയാണ് അവരുടെ കയ്യിലുള്ള പൊസിഷൻസ്, അവരുടെ കയ്യിലുള്ള സ്വത്തുക്കളെ എന്ത് ചെയ്യാൻ വേണ്ടിയിട്ട്, നിയന്ത്രിക്കാൻ വേണ്ടിയിട്ട്. പ്രധാനമായിട്ട് അവരുടെ സ്വത്തുക്കൾ ഉണ്ടായിരുന്ന സ്ഥലം എവിടെയായിരുന്നു? ബംഗാളിലായിരുന്നു. അപ്പൊ എന്തുകൊണ്ടാണ് ഈ ആക്ട് ബ്രിട്ടീഷ് പാർലമെന്റ് പാസ് ചെയ്തത്? അതിലേക്കാണ് നമ്മൾ വരാൻ പോകുന്നത്. അതിനു വേണ്ടിയിട്ട് നമ്മളൊരു സിനിമയാണ് നോക്കാൻ വേണ്ടി പോണത്. ഓക്കെ, ഇതൊരു സിനിമയാണ്. സിനിമയുടെ പേരാണ് വാരിസ്.
അപ്പൊ വിജയ് ഫാൻസ് ആയിരുന്നു ഒരുപാട് പേര് എന്ത് ചെയ്തിട്ടുണ്ടാവും, ഈ സിനിമ കണ്ടിട്ടുണ്ടാവും. ഓക്കെ, അപ്പൊ കണ്ടിട്ടില്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ഈ സിനിമയുടെ കഥ ഒന്ന് നോക്കാം. സാർ ഇപ്പൊ സിനിമ കഥ പറയാൻ വേണ്ടിയിട്ടാണോ ക്ലാസ് എടുക്കാൻ വരുന്നത്? റിലാക്സ് ആയിരിക്കും. ഓക്കെ, ഈ സിനിമയില് ഇവിടെ ഈ ഇരിക്കുന്ന, അതായത് വെള്ള നിറത്തിൽ ഇരിക്കുന്ന, വെള്ള നിറത്തിൽ ഡ്രസ് ഇട്ടിരിക്കുന്ന ആളുടെ പേരാണ് ശരത് കുമാർ. ഈ പുള്ളി ഇന്ത്യയിലെ ഏറ്റവും വലിയ കമ്പനിയുടെ മുതലാളിയാണ്. ഇദ്ദേഹം കഷ്ടപ്പെട്ട്, ചെറുപ്പം തൊട്ടേ കഷ്ടപ്പെട്ട് എന്തുണ്ടാക്കിയിട്ടുണ്ടായിരുന്നു, ഒരു കമ്പനി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. ആ കമ്പനിയുടെ നിയന്ത്രണം ഇപ്പൊ എവിടെ ഇരിക്കുന്ന ഈ രണ്ടുപേരുടെ കയ്യിലാണ്. ഓക്കെ അല്ലെ? ഒരാൾ ഷർട്ട് ഇട്ടിരിക്കുന്നു, ഒരാൾ കോട്ട് പോലൊരു സാധനം ഇട്ടിരിക്കുന്നു. ഇത് രണ്ടും ആരുടെ മക്കളാ? ശരത് കുമാറിന്റെ മക്കളാണ്. ഓക്കെ, ശരത് കുമാറിന് മൊത്തം 3 മക്കളാണ് ഉള്ളത്. ഒന്ന്, രണ്ട്, മൂന്നാമത്തെ ആളാണ് വിജയ് എന്ന് പറയുന്നത്. ഓക്കെ, ഇത്രയും കാര്യം മനസ്സിലായി. ഇപ്പോൾ ശരത് കുമാറിന്റെ കമ്പനി ഇന്ത്യയിലെ നമ്പർ 1 കമ്പനിയാണോ? നമ്പർ 1 കമ്പനിയാണ്. അപ്പൊ എന്താ നിങ്ങൾ നോക്കേണ്ടത്? ആക്ച്വലി വാരിസിന്റെ സ്റ്റോറി ലൈൻ എന്താ? ശരത് കുമാർ ഇപ്പോ ഇന്ത്യയിലെ ഏറ്റവും വലിയ ബിസിനസ് ചെയ്യുന്ന ആളാണ്. ഓക്കെ, അവിടെ എത്താൻ വേണ്ടി ആ ശരത് കുമാറിനെ സഹായിച്ചത് ആരാണ്? 2 പേരാണ്. ആരൊക്കെയാ? നമ്മുടെ ശരത് കുമാറിന്റെ 2 മക്കള്. ശരത് കുമാറിന്റെ 60ാമത്തെ വെഡിങ് ആനിവേഴ്സറി നമ്മൾ സെലിബ്രേറ്റ് ചെയ്യാൻ പോവുകയാണ്. അപ്പോ ശരത് കുമാറിന് ഒരു കാര്യം മനസ്സിലാവും. എന്താ മനസ്സിലാവുന്നത്? അദ്ദേഹത്തിന്റെ ആദ്യത്തെ മകൻ, അതായത് ഈ മൂത്ത മകന് ഒരു ഇല്ലീഗൽ അഫയർ ഉണ്ട്. ഇതാണ് ഭാര്യ. ഭാര്യയല്ലാതെ ഒരു ഇല്ലീഗൽ അഫയർ ഉണ്ടെന്ന് എന്ത് ചെയ്യുന്നു? മനസ്സിലാവുന്നു. ഓക്കെ, അപ്പൊ എന്തോ എവിടെയോ എന്തുണ്ട്, അതായത് എന്തുണ്ട്? ക്യാരക്ടർ ശരിയല്ല. ആ, ഓക്കെ. രണ്ടാമത്തെ ആളെന്താണ്? കറപ്ഷൻ ആണ്. ഈ മകൻ എന്താ? കറപ്ഷൻ ആണ്. അങ്ങനെയാണെങ്കിൽ ഇപ്പൊ കമ്പനി എന്താണ്? പൊളിഞ്ഞുകൊണ്ടേയിരിക്കുകയാണ്. ഈ പൊളിയുന്ന കമ്പനിയെ നമുക്ക് എന്ത് ചെയ്യണം? രക്ഷിക്കണം. അത് രക്ഷിക്കാൻ വേണ്ടിയിട്ട് ഈ കമ്പനിയും ഈ വീടുമായിട്ട് യാതൊരു ബന്ധവുമില്ല എന്ന് പറയുന്നത് എവിടെയാണ്? സ്റ്റാർട്ടപ്പ് തുടങ്ങാൻ വേണ്ടിയിട്ട് വേറെ ഏതോ ഭാഗത്തിരിക്കുന്ന ആരെ കൊണ്ടുവരും? വിജയെ കൊണ്ടുവരും. ഇതാണ് വാരിസ് സിനിമയുടെ ബേസിക് ആയ കഥ. ഓക്കെ, അപ്പൊ ഞാൻ ഇനി പറയാൻ പോവാണ്. ശരത് കുമാർ എന്ന് പറയുന്നത് ബ്രിട്ടീഷ് പാർലമെന്റ് ആണ്. 2 മക്കൾ എന്ന് പറയുന്ന ആള് റോബർട്ട് ക്ലൈവ് ആണ്. വിജയ് എന്ന് പറയുന്ന ആള് വാറൻ ഹേസ്റ്റിങ്സ് ആണെന്ന് വിചാരിക്കും. ഓക്കെ, 1600-ലാണ് എന്ത് ചെയ്യുന്നത്? ഈ കമ്പനി ഇങ്ങോട്ട് വരുന്നത്. എവിടേക്ക്? ഇന്ത്യയിലേക്ക്. ഇന്ത്യയിലേക്ക് ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി വരുന്ന സമയത്ത് ഇന്ത്യയിൽ എന്തുണ്ട്? ഒരുപാട് കമ്പനീസ് ഉണ്ട്. ആ കമ്പനീസിന്റെ എക്സാമ്പിൾ ആണ് ഡച്ച് ഈസ്റ്റ് ഇന്ത്യ കമ്പനി, ഫ്രഞ്ച് ഈസ്റ്റ് ഇന്ത്യ കമ്പനി, ഡാനിഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി, അങ്ങനെ എല്ലാവരും ഉണ്ട്. ഓക്കെ, അപ്പൊ ബ്രിട്ടീഷ് പാർലമെന്റ് ആണ് ഈ ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്ക് എന്ത് കൊടുക്കുന്നത്? പൈസ കൊടുത്ത് സഹായിക്കുന്നത്. അപ്പൊ കഷ്ടപ്പെട്ട് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയെ വളർത്തുന്ന ആരാ? ബ്രിട്ടീഷ് പാർലമെന്റ് ആണ്. പക്ഷെ ഈ ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയെ ഇന്ത്യയിലെ ഏറ്റവും വലിയ കമ്പനി ആയിട്ട് മാറ്റുന്ന വ്യക്തി ആരാണ്? റോബർട്ട് ക്ലൈവ്. ഓക്കെ, അപ്പൊ റോബർട്ട് ക്ലൈവ് ആണ് എന്ത് ചെയ്യുന്നത്? വലിയ വ്യക്തിയായിട്ട് മാറ്റുന്നത്. അങ്ങനെ 1773 വന്നു. അവർ വന്നിട്ട് എത്ര വർഷമായി? 173 വർഷമായി എന്ന് വിചാരിക്കുക. ആ 173-ാം വർഷത്തിന്റെ ആഘോഷം അവർ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് ബ്രിട്ടീഷ് പാർലമെന്റിന് 2 കാര്യങ്ങൾ മനസ്സിലായത്. ഒന്ന്, റോബർട്ട് ക്ലൈവിന് സ്വഭാവ ദൂഷ്യമുണ്ട്. 2, റോബർട്ട് ക്ലൈവ് കറപ്റ്റഡ് ആണ്. കറപ്റ്റഡ് എന്ന് വെച്ചാൽ എന്താ? ഈ കമ്പനിയുടെ പൈസ എല്ലാം കൊണ്ടുപോയിട്ട് എന്ത് ചെയ്യാണ്? റോബർട്ട് ക്ലൈവ് എന്തിനൊക്കെയോ വേണ്ടി യൂസ് ചെയ്യാണ്. അപ്പൊ ഏറ്റവും വലിയ കമ്പനിയായ ഈ ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി എന്ത് ചെയ്യാൻ പോവുക? പൊളിയാൻ വേണ്ടി പോവുകയാണ്. അങ്ങനെയാണെങ്കിൽ ഈ കമ്പനിയും ഞാനും തമ്മിൽ ഒരു ബന്ധവുമില്ല എന്ന് പറഞ്ഞിട്ട് അമേരിക്കയിൽ പോയി സ്വന്തമായി എന്തോ ചെയ്യാൻ നോക്കിയിരുന്ന വാറൻ ഹേസ്റ്റിങ്സിനെ എന്തുകൊണ്ടുവരും? ഇന്ത്യയിലേക്ക് കൊണ്ടുവരും. എന്തിനു വേണ്ടിയിട്ടാണ്? ഈ കമ്പനിയെ രക്ഷിക്കാൻ വേണ്ടിയിട്ട്. അപ്പൊ കഥ മനസ്സിലായ? കഥ മനസ്സിലായി. സാർ എങ്ങനെ ഈ കഥ പറയാ? ഈ കഥ ബേസ് വെച്ചിട്ടാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ് ചെയ്യാൻ പോകുന്നത്. ഫൈൻ. അപ്പൊ ഈ കമ്പനിയിൽ പ്രശ്നമുണ്ട്. ഏത് കമ്പനിയിൽ പ്രശ്നമുണ്ട്? ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയിൽ പ്രശ്നമുണ്ട്. എന്താ പ്രശ്നം? അവിടെ എന്തൊക്കെയോ പ്രശ്നമുണ്ട്. ഓക്കെ സാർ, എന്താ പ്രശ്നം? കറക്റ്റായിട്ട് പറഞ്ഞേ. കമ്പനി പൊട്ടിപ്പൊളിഞ്ഞ്. ഓ, ഓക്കെ, കമ്പനിയിൽ പൈസ ഇല്ല. നിങ്ങൾ തന്നെ പറ, ഇന്ത്യയിലെ ഏറ്റവും വലിയ കമ്പനിയാണെന്ത്? ഇപ്പോ ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി. എന്നിട്ട് കമ്പനിയിൽ പൈസ ഇല്ല എന്ന് പറഞ്ഞാൽ നിങ്ങൾ ആരെങ്കിലും വിശ്വസിക്കോ? ഞാനും വിശ്വസിച്ചില്ല, ബ്രിട്ടീഷ് ഗവൺമെന്റും വിശ്വസിച്ചില്ല. അപ്പൊ ബ്രിട്ടീഷ് ഗവൺമെന്റ് കാര്യം മനസ്സിലായി. എന്താ പ്രശ്നം? റോബർട്ട് ക്ലൈവ് ആണ് പ്രശ്നം. ഓക്കെ, അപ്പൊ റോബർട്ട് ക്ലൈവിന് എന്ത് ചെയ്യണം?
മാറ്റണം. അതിനുവേണ്ടി ഒരു ഹീറോനെ കൊണ്ടുവരണം. ആ കൊണ്ടുവരുന്ന ഹീറോയുടെ പേരാണ് എന്ത്? വാറൻ ഹേസ്റ്റിങ്സ്. അങ്ങനെ ഹീറോയായ വിജയ് വരുമ്പോ വിജയ് കമ്പനിയിൽ പവർ കൊടുക്കണ്ടേ? അതിനുവേണ്ടി കൊണ്ടുവന്ന ആക്ടിന്റെ പേരാണ് റെഗുലേറ്റിംഗ് ആക്ട് 1773. അപ്പൊ എന്താ ചെയ്യാൻ പോണത്? ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയെ എന്ത് ചെയ്യുക? റെഗുലേറ്റ് ചെയ്യുക. എന്താ പ്രശ്നം? ഒന്ന്, മെയിൻ പ്രശ്നം ആരാ? റോബർട്ട് ക്ലൈവ് ആണ്. ഓക്കെ, എന്താ പ്രശ്നം? റോബർട്ട് ക്ലൈവിന് സ്വഭാവ ദൂഷ്യമുണ്ട്. രണ്ട്, റോബർട്ട് ക്ലൈവ് കറപ്റ്റഡ് ആണ്. ഈ കമ്പനി മൊത്തം ഇപ്പൊ എന്താ? കറപ്ഷനിലാണ്. അങ്ങനെയാണെങ്കിൽ ശരത് കുമാറിന് ഇപ്പൊ ആ കമ്പനി വിജയിപ്പിക്കണമെങ്കിൽ ആരെ കൊണ്ടുവരണം? വിജയനെ കൊണ്ടുവരണം. അപ്പൊ ബ്രിട്ടീഷ് പാർലമെന്റ് വിജയാണ് ആര്? വാറൻ ഹേസ്റ്റിങ്സ്. ഓക്കെ, ഫൈൻ. അപ്പൊ റെഗുലേറ്റിംഗ് ആക്ട് ആരാ പാസ് ചെയ്തത്? ബ്രിട്ടീഷ് പാർലമെന്റ് ആണ് പാസ് ചെയ്തത്. എപ്പോഴാണ് പാസ് ചെയ്തത്? ജൂൺ 1773. ഓക്കെ, അപ്പൊ ഈ ബേസ് മനസ്സിലാക്കി കഴിഞ്ഞൊക്കെ എന്ത് ചെയ്യുക? ഡീറ്റെയിൽഡ് ആയിട്ട് ഈ കാര്യങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടി പഠിക്കാം. ഇത്രയും ഓക്കെ ആണല്ലോ? അതെ, ഇതാണ് ആദ്യമായിട്ട് അതെ, ആദ്യമായിട്ട് ബ്രിട്ടീഷ് പാർലമെന്റ് എന്ത് ചെയ്യാൻ പോകുന്നത്? ഈ ഈസ്റ്റ് ഇന്ത്യ കമ്പനിയെ കൺട്രോൾ ചെയ്യാൻ വേണ്ടി പോണത്. സാർ ഇതിൽ കുറെ നേരമായി സാറ് പറയുന്നത് ഈസ്റ്റ് ഇന്ത്യ കമ്പനി, ബ്രിട്ടീഷ് പാർലമെന്റ്, ഈസ്റ്റ് ഇന്ത്യ കമ്പനി, ബ്രിട്ടീഷ് പാർലമെന്റ് രണ്ടും ഒന്നല്ലേ? രണ്ടും ഒന്നല്ല. എനിക്ക് നിങ്ങളോടുള്ള ചോദ്യം, നിങ്ങൾ എവിടെയാണോ ഇരിക്കുന്നത് അവിടെ എനിക്ക് ഉത്തരം പറയുക. ഓക്കെ, ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി എന്ന് പറയുന്നത് നമ്മുടെ ടാറ്റ, എന്താ പറയാ, അദാനി, റിലയൻസ്, ഇലോൺ മസ്കിന്റെ എന്താണ് ആക്ച്വലി ടെസ്ല, അതുപോലൊരു കമ്പനിയാണ് എന്ന് ഞാൻ പറഞ്ഞാൽ നിങ്ങൾ അംഗീകരിക്കുകയോ ഇല്ലയോ? ഓക്കെ, അംഗീകരിക്കും എന്ന് പറയുന്നുണ്ടെങ്കിൽ അത് ശരിയും, അംഗീകരിക്കില്ല എന്ന് പറയുന്നുണ്ടെങ്കിൽ അത് തെറ്റുമാണ്. ഇതൊരു കമ്പനിയാണ് മക്കളെ, ഇതൊരു കമ്പനിയാണ്. ഈ കമ്പനിയാണ് എന്ത് ചെയ്യുന്നത്? ഇന്ത്യയിലേക്ക് വരുന്നത്. എന്തിനു വേണ്ടിട്ടാ വന്നത്? വ്യാപാരത്തിന് വേണ്ടിയിട്ടാണ് വന്നത്. പിന്നീട് ഈ കമ്പനി എന്ത് ചെയ്യാൻ തുടങ്ങും? ഇന്ത്യയെ ഭരിക്കാൻ വേണ്ടി തുടങ്ങും. അപ്പൊ ഈ കമ്പനിയാണോ ഇന്ത്യയെ ഭരിക്കേണ്ടത്? ബ്രിട്ടീഷുകാരാണോ ഭരിക്കേണ്ടത്? ബ്രിട്ടീഷുകാര്, ബ്രിട്ടീഷ് ഗവൺമെന്റ് ആണ് ഭരിക്കേണ്ടത് രാജാവിന്റെ പേരിൽ. അപ്പൊ ഈ കമ്പനിയിൽ നിന്ന് അധികാരം ആര് പിടിച്ചെടുക്കാൻ പോവുകയാണ്? ബ്രിട്ടീഷുകാർ പിടിച്ചെടുക്കാൻ പോവുകയാണ്. അതിന്റെ ആദ്യത്തെ സ്റ്റെപ്പാണെന്ത്? 1773. ഈ സ്റ്റെപ്പ് അവസാനിക്കുക എപ്പോഴായിരിക്കും? 1858, 1858. 1858 എന്താ സാറേ സംഭവിച്ചത്? 1857 ഒന്നാം സ്വാതന്ത്ര്യ സമരം ഉണ്ടായി. അതിലൂടെ നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും. ഇനി പഠിച്ചിട്ടില്ലെങ്കിൽ ശ്രദ്ധിച്ച് കേൾക്കുക. അതുവരെ കമ്പനി ഭരണമായിരുന്ന ഇന്ത്യയിൽ ബ്രിട്ടീഷ് ഗവൺമെന്റ് ക്യൂന് ഡയറക്റ്റ് ആയിട്ട് എന്ത് ചെയ്തു? ഭരിക്കാൻ വേണ്ടി തുടങ്ങി. ഇതാണ് മൊത്തം കഥ. അതിന്റെ സ്റ്റാർട്ടിംഗ് ആണ് എവിടെ നിന്ന് വരുന്നത്? 1773 നടക്കുന്നത്. അപ്പൊ എന്താ ഞാൻ പറഞ്ഞത്? ഇനി എവിടെയാണോ ഇരിക്കുന്നത് അവിടെ എന്റെ കൂടെ പറയാം. ഓക്കെ അല്ലെ? റെഗുലേറ്റിംഗ് ആക്ട് എന്ന് വെച്ചാൽ എന്താ? നിയന്ത്രിക്കാൻ ശ്രമിക്കുന്നു. ആരെയാണ് നിയന്ത്രിക്കാൻ ശ്രമിക്കുന്നത്? ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയെ. ആരാണ് നിയന്ത്രിക്കാൻ നോക്കുന്നത്? ബ്രിട്ടീഷ് പാർലമെന്റ്. ആദ്യമായിട്ടാണോ ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയെ ബ്രിട്ടീഷ് പാർലമെന്റ് നിയന്ത്രിക്കാൻ വേണ്ടി നോക്കുന്നത്? അതെ. ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയിൽ പ്രധാനമായിട്ട് നിയന്ത്രിക്കേണ്ടത് ആരെയാ? റോബർട്ട് ക്ലൈവിനെയാണ്. റോബർട്ട് ക്ലൈവ് ഇപ്പൊ എവിടെയായിരിക്കുന്നത്? ബംഗാളിലാണ്. ഓക്കെ, അപ്പൊ എന്താ ഈ ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയിലെ പ്രശ്നം? കയ്യിൽ പൈസയില്ല, മൊത്തം കറപ്ഷൻ ആണ്. എവിടെ? ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയിൽ. ഇന്ത്യയിൽ 1773 ഉള്ള കമ്പനികളിൽ നമ്പർ 1 ആണോ? അതെ. ഇഷ്ടം പോലെ പൈസ ഉണ്ടാവണം. പക്ഷെ കമ്പനി തന്നില്ല, പൈസ ഇല്ല. അപ്പൊ കമ്പനിയെ എന്ത് ചെയ്യണം? രക്ഷിക്കണം. ആ രക്ഷിക്കാൻ വേണ്ടി കൊണ്ടുവന്ന ആക്ടിന്റെ പേരാണ് എന്ത്? റെഗുലേറ്റിംഗ് ആക്ട് 1773. ഈ ആക്ടിന്റെ ലക്ഷ്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒരു ഹീറോ ഉണ്ട്, ആ ഹീറോയ്ക്ക് എന്ത് കൊടുക്കുക? പവർ കൊടുക്കുക. നമ്മുടെ ഹീറോന്റെ പേരാണ് വിജയ് അല്ല, നമ്മുടെ ഹീറോന്റെ പേരാണ് എന്ത്? വാറൻ ഹേസ്റ്റിങ്സ്. വിജയ് എന്നെ വാറൻ ഹേസ്റ്റിങ്സ്, വാറൻ ഹേസ്റ്റിങ്സ് തന്നെ വിജയ്. പൊന്നപ്പൻ തന്നെയാണ് തങ്കപ്പൻ, തങ്കപ്പൻ തന്നെയാണ് പൊന്നപ്പൻ. ഇത്രയും കാര്യം ഓക്കെ ആയ? ഇത്രയും കാര്യം ഓക്കെ ആയി. ഇത്രയും കാര്യം ഡൺ ആണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? അടുത്ത കാര്യങ്ങൾ പഠിക്കാം. ഓക്കെ, അപ്പൊ 1773 ആക്ട് എങ്ങനെയാ ഉണ്ടായത്? ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി എന്ന് പറഞ്ഞിട്ടൊരു കമ്പനി ഉണ്ടായിരുന്നു. ഈ കമ്പനിക്ക് 1600 ബ്രിട്ടനിലെ ക്യൂനായിരുന്ന എലിസബത്ത് ഒന്നാമ എന്ത് കൊടുത്ത്? ഒരു കരാർ കൊടുത്തു. ഈ കരാറിന്റെ പേരാണ് ചാർട്ടർ ആക്ട് എന്ന് പറയുന്നത്. എന്ന് വെച്ചാൽ എന്താ സാർ ഉദ്ദേശിക്കുന്നത്? ഇന്ത്യയുമായിട്ട് എന്തെങ്കിലും വ്യാപാരം ഉണ്ടാക്കുകയാണെങ്കിൽ ബ്രിട്ടനിൽ നിന്ന് ഒരേ ഒരു കമ്പനിയെ വരുള്ളൂ. സാർ ഒരേ ഒരു കമ്പനിയെ വരുള്ളൂ? അതെ, ഒരേ ഒരു കമ്പനിയെ വരുള്ളൂ. സാർ ബ്രിട്ടനിലെ ഒരേ ഒരു കമ്പനിയേ ഉള്ളൂ? അല്ല മക്കളെ, ഇഷ്ടം പോലെ കമ്പനി ഉണ്ട്. പക്ഷെ വേറൊരാളും വരില്ല. ആര് മാത്രമേ വരുള്ളൂ? ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി മാത്രമേ വരുള്ളൂ. എന്തുകൊണ്ടാ സാർ ഇങ്ങനെ കൊടുക്കാനുള്ള കാരണം എന്ന് നിങ്ങൾ എന്നോട് ചോദിക്കും. ഇവിടെ ഓൾറെഡി ആരുണ്ട്?
ഡച്ചുകാരുണ്ട്, ഡാനിഷ് ഉണ്ട്, സ്പെയിൻ വരാൻ വേണ്ടി നോക്കുന്നുണ്ട്. ആകെ പ്രശ്നമാണ്. ഓക്കെ ആണല്ലോ. അങ്ങനെയാണെങ്കിൽ അവരുമായിട്ടെല്ലാം മുട്ടണമെങ്കിൽ ആദ്യം എന്ത് ചെയ്യുക? അവിടെ പോയിട്ട് എസ്റ്റാബ്ലിഷ് ചെയ്യുക. എല്ലാ കമ്പനിയും പോയി കഴിഞ്ഞാൽ ഇവർ തമ്മിൽ എന്തായിരിക്കും? ആദ്യം അടിയായിരിക്കും. ആ അടി തീർക്കാനേ സമയം ഉണ്ടാവുള്ളൂ. അപ്പൊ നമുക്ക് ശത്രുക്കൾ എന്ത് ചെയ്യാൻ പറ്റില്ല? തോൽപ്പിക്കാൻ വേണ്ടി പറ്റില്ല. ഇതുകൊണ്ടാണ് മോണോപ്പൊളി കൊടുത്തത്. മോണോപ്പൊളി എന്ന വാക്കിന്റെ അർത്ഥം എന്താ? കുത്തക അവകാശം. എന്ന് വെച്ചാൽ ബ്രിട്ടനുമായിട്ട് എന്തൊക്കെ ട്രേഡ് നടത്തുന്നുണ്ടോ അത് മുഴുവൻ എങ്ങനെയാണ് വരിക? ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി മുഖാന്തരമാണ് വരിക. ഈ ആക്ടിന്റെ പേരെന്താ? ചാർട്ടർ ആക്ട് 1600. ഇത്രയും കാര്യം ഓക്കെ ആണോ? അതെ. എവിടേക്കുള്ള ട്രേഡിന്റെ മോണോപ്പൊളിയാണ് കൊടുത്തത്? സാർ ഇന്ത്യയിലേക്ക് അല്ല. ഇവിടെ എഴുതി വെച്ചിരിക്കുന്ന വാക്കിന്റെ പേരാണ് ഈസ്റ്റ് ഇന്ത്യ. സാർ ഈസ്റ്റ് ഇന്ത്യ എന്ന് വെച്ചാൽ എന്താ? ഇതാണ് വെസ്റ്റ് ഇന്ത്യ, ഇതാണ് ഈസ്റ്റ് ഇന്ത്യ. വെസ്റ്റ് ഇൻഡീസ് എന്ന് പറഞ്ഞൊരു ക്രിക്കറ്റ് ടീമിൽ ഉണ്ട്. സാർ ഇവിടെ എന്താ ഇന്ത്യ വരാനുള്ള കാരണം? അതിന്റെ കാരണം എന്ന് പറയുന്നത് ഒരു പ്രത്യേക വ്യക്തിയാണ്. ആ വ്യക്തിയുടെ പേരാണ് ക്രിസ്റ്റഫർ കൊളംബസ്. അതായത് ആ പുള്ളിക്ക് ഇന്ത്യ കണ്ടുപിടിക്കുന്നതിന് പകരം പുള്ളി പോയിട്ട് എന്ത് ചെയ്ത്? അമേരിക്ക കണ്ടുപിടിച്ച്. അപ്പൊ അവിടെയുള്ളവരെ പുള്ളി എന്താ വിളിച്ച്? ഇന്ത്യക്കാരെന്ന് വിളിച്ച്. അതുകൊണ്ട് ഈ സ്ഥലം എന്തായി? വെസ്റ്റ് ഇൻഡീസ് ആയി. ഈ സ്ഥലം എന്തായി? ഈസ്റ്റ് ഇൻഡീസ് ആയി. ഇവിടെ ഒരു ഓഷ്യൻ ഉണ്ട്, ഒരു സമുദ്രമുണ്ട്. ആ സമുദ്രത്തിന്റെ പേരാണ് എന്ത്? ഇന്ത്യൻ മഹാസമുദ്രം. ഇന്ത്യൻ മഹാസമുദ്രത്തിന്റെ ഈസ്റ്റുള്ള, കിഴക്കുള്ള എല്ലാ സ്ഥലങ്ങളും. സാർ ഈ സ്ഥലങ്ങളുടെ പ്രത്യേകത എന്താ? അതായത് അവിടെയുള്ള സ്ഥലങ്ങളാണ് ജാവ, സുമാത്ര, ഇന്തോനേഷ്യ, മലേഷ്യ തുടങ്ങിയ സ്ഥലങ്ങൾ. ഇവിടെ നിന്നെല്ലാം യൂറോപ്പിന് വേണ്ട ഒരു പ്രത്യേക സാധനം കിട്ടും. ആ സാധനത്തിന്റെ പേരാണ് സ്പൈസസ്. അപ്പൊ സ്പൈസസിന് വേണ്ടിയിട്ടല്ല അവർ ഇങ്ങോട്ട് വന്നത്. അതെ, അവർക്ക് ഇന്ത്യ മാത്രം മതിയാ? പോരാ. എന്താ വേണ്ടത്? ഈസ്റ്റ് ഇന്ത്യ വേണം. ഇത്രയും കാര്യം ഓക്കെ ആയ? ഇത്രയും കാര്യം ഓക്കെ ആയി. ഇതാണ് 1600 ചാർട്ടർ. ക്യൂൻ എലിസബത്ത് ആണ് ഒപ്പിടുന്നത്. ഓക്കെ അല്ലേ? ഡിസംബർ 31-നാണ് അവർക്ക് എന്ത് കൊടുക്കുന്നത്? ഈ ചാർട്ടർ കൊടുക്കുന്നത്. അപ്പൊ ഈ ചാർട്ടർ ആക്ടിലൂടെ ആര് എങ്ങോട്ട് വന്നു? ബ്രിട്ടീഷുകാർ ഇന്ത്യയിലോട്ട് വന്നു. എപ്പ വന്നു? 1608 വന്നു. എങ്ങനെയാ വന്നത്? ട്രേഡേഴ്സ് ആയിട്ട്. നമ്മൾ ചെറിയ ക്ലാസ് തൊട്ട് പഠിക്കുന്നതല്ലേ, വ്യാപാരികളായി വന്ന വിദേശികൾ നമ്മളെ എന്ത് ചെയ്തു? നമ്മളെ ഭരിച്ചു എന്ന് പഠിക്കണല്ലേ. അപ്പൊ വ്യാപാരികളായി വന്ന ബ്രിട്ടീഷുകാർ എന്ന് പറഞ്ഞാൽ ആരാ? ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി. ഓക്കെ. ആ ഒരു ഓഗസ്റ്റ് 24, 1608 എവിടെ വന്നിറങ്ങി? ഇന്ത്യയിൽ വന്നിറങ്ങി. അപ്പൊ ഈ കമ്പനിക്ക് ഒരുപാട് ഹെൽപ്പിന്റെ ആവശ്യം ഉണ്ടാവല്ലോ. ആ ഹെൽപ്പ് ചെയ്തു കൊടുത്ത ആരാ? ബ്രിട്ടീഷ് പാർലമെന്റ് ആണ്. പൈസ വേണ? പൈസ. ഓക്കെ അല്ലേ? ആള് വേണ? ആള്. നിനക്ക് ഷിപ്പ് വേണ? ഷിപ്പ്. എല്ലാത്തിനും എന്തൊക്കെ വേണമെന്ന് എന്ത് ചെയ്യും? ഞാൻ കൊടുക്കും. അപ്പൊ ബ്രിട്ടീഷ് പാർലമെന്റ് ആണ് ഏത് കമ്പനിയെ വളർത്തുന്നത്? ഇന്ത്യ വളർത്തുന്നത്. സോറി, ഈസ്റ്റ് ഇന്ത്യ കമ്പനിയെ വളർത്തുന്നത്. അങ്ങനെയാണെങ്കിൽ ഞാൻ പറഞ്ഞ കറക്റ്റ് അല്ലേ? ബ്രിട്ടീഷ് പാർലമെന്റ് ആണ് ശരത് കുമാർ. കറക്റ്റ് ആണല്ലോ? അതെ. അപ്പൊ മെയിൻ ആരാ? ബ്രിട്ടീഷ് പാർലമെന്റ് ആണ്. ബ്രിട്ടീഷ് പാർലമെന്റ് ഇങ്ങനെ പൈസ കൊടുക്കുമ്പോ എന്ത് ചെയ്യണം? വളരണം. പക്ഷേ ആ കമ്പനിയെ വളർത്താൻ വേണ്ടിയിട്ട് ഇന്ത്യയിൽ ആരെയൊക്കെ വേണ്ടേ? അപ്പൊ ഈ രണ്ട് മക്കളാണ് എന്ത് ചെയ്യുക? ഈ കമ്പനിയെ വളർത്തുക. ഈ രണ്ട് മക്കളാണ് ആര്? റോബർട്ട് ക്ലൈവ്. നമ്മുടെ ഹീറോ ആരാ? വിജയ്. വിജയ് ആണ് ആര്? വാറൻ ഹേസ്റ്റിങ്സ്. ഇത്രയും കാര്യം ഓക്കെയാണ്? ഇത്രയും കാര്യം ഓക്കെയാണ്? ഡൺ അല്ലേ? ഡൺ. ഓക്കെ. അപ്പൊ നമുക്കൊരു അസേർഷൻ റീസൺ ക്വസ്റ്റ്യൻ ചെയ്യാം. അസേർഷൻ: Queen Elizabeth I granted the British East India Company a monopoly on trade with the East Indies in 1600. കറക്റ്റ് ആണോ? ക്യൂൻ എലിസബത്ത് ഒന്നാമയല്ല കൊടുത്തത്. അതെ. ഏത് കമ്പനിക്കാ കൊടുത്തത്? ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്ക്. മോണോപ്പൊളി കൊടുത്തിട്ടുണ്ടായിരുന്നോ? അതെ. ട്രേഡിന്റെ മോണോപ്പൊളി ആണോ കൊടുത്തത്? അതെ. ഈസ്റ്റ് ഇന്ത്യയുമായിട്ടാണോ കൊടുത്തത്? അതെ. 1600-ലാണോ കൊടുത്തത്? അതെ. ഇത്രയും കാര്യം ഓക്കെ ആണോ? അപ്പൊ അസൽ ശരിയാണോ? ശരിയാണ്. റീസൺ: ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി കോളനൈസ് ഇന്ത്യ. ഇതല്ല ഞാൻ പറഞ്ഞത്. ബ്രിട്ടീഷ് ഇന്ത്യ കമ്പനി എന്ത് ചെയ്തു? ഇന്ത്യയെ കോളനൈസ് ചെയ്തു. അപ്പൊ അസേർഷൻ റീസൺ ചെയ്യേണ്ട രീതി ആദ്യം ഞങ്ങൾക്ക് മനസ്സിലായി. അസേർഷനും റീസണും ശരിയാണ് എന്ന്. ഇതിൽ ഏതെങ്കിലും ഒന്ന് തെറ്റിക്കഴിഞ്ഞാൽ ഓപ്ഷൻ സിയോ ഓപ്ഷൻ ഡിയോ വരും. ഒന്നും തെറ്റുന്നില്ലെങ്കിൽ നമ്മുടെ കയ്യിൽ രണ്ട് ഓപ്ഷൻ ഉണ്ട്. ഒന്നാമത്തെ ഓപ്ഷൻ എ, രണ്ടാമത്തെ ഓപ്ഷൻ ബി. എയും ആറും ശരിയാണ് എന്ന് മനസ്സിലായി. ഇനി എന്ത് ചെയ്യണം? കറക്റ്റ് എക്സ്പ്ലനേഷൻ ആണോ അല്ലയോ എന്ന് അറിയണം. അതിനു വേണ്ടിയിട്ട് അസേർഷൻ വായിക്കുക, എന്നിട്ട് ചോദിക്കുക വൈ, എന്തുകൊണ്ട് എന്ന് ചോദിക്കുക. അതിന്റെ ഉത്തരവുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും ഒരു കാര്യം എവിടെ കിട്ടണം? റീസണിൽ കിട്ടണം. അപ്പൊ മോണോപ്പൊളി കൊടുത്തു എവിടേക്ക്? ട്രേഡിന് വേണ്ടിയിട്ട് ബ്രിട്ടീഷ് ഇന്ത്യ കമ്പനിക്ക്. എന്തുകൊണ്ട്? ഇന്ത്യ കോളനൈസ് ചെയ്യാനാ. അങ്ങനെ ഞാൻ പഠിപ്പിച്ചു തന്ന ട്രേഡിനല്ലേ പഠിപ്പിച്ചു തന്നത്? അതെ. ഓക്കെ. അവരിവിടെ വന്നിട്ട് ഇന്ത്യ കോളനൈസ് ചെയ്യും, അത് വേറെ കാര്യം.
പക്ഷെ ട്രേഡ് ഞാൻ അവിടെ എന്തെങ്കിലും എഴുതി വെച്ചിട്ടുണ്ട്, അതെന്താ എന്തിനുള്ളതാ? മോണോപ്പൊളി ഉള്ളതാണ്, ട്രേഡിന് മാത്രമുള്ളതാണ്. ഓക്കെ. ഇന്ത്യയെ കോളനൈസ് ചെയ്യാൻ ആരോട് പറഞ്ഞിട്ടില്ല? ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയോട് പറഞ്ഞിട്ടില്ല. ഇത്രയും കാര്യം മനസ്സിലായോ? ഇത്രയും കാര്യം ഓക്കെ ആണോ? അതെ. ഓക്കെ. അപ്പൊ എയും ആറും ശരിയാണ്. ആർ ഈസ് നോട്ട് ദ കറക്റ്റ് എക്സ്പ്ലനേഷൻ ഓഫ് ദ എ. ഓപ്ഷൻ ബി ആണ് എന്തായിട്ട് വരിക? ആൻസർ ആയിട്ട് വരിക. ഇത്രയും കാര്യം ഓക്കെ അല്ലേ? അതെ. അപ്പൊ കോളനൈസ് ചെയ്യരുത് എന്ന് പറയുന്ന ആളുകൾ എന്ത് ചെയ്യാൻ പോവാണ്? കോളനൈസ് ചെയ്യാൻ വേണ്ടി പോവാണ്. എപ്പോഴാണ് ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി ഇന്ത്യയിലേക്ക് വന്നത്? 1608 1608. അപ്പൊ അവരിവിടെ നമ്മളെ പിടിച്ചടക്കാൻ വേണ്ടി പോവാണ്. ആ യുദ്ധത്തിന്റെ പേരാണ് 1757 പ്ലാസി യുദ്ധം. ഓക്കെ. ഇതിൽ ഒരു ഹീറോ വരും. ആ ഹീറോന്റെ പേരാണ് റോബർട്ട് ക്ലൈവ്. ആ റോബർട്ട് ക്ലൈവ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ എന്ത് ചെയ്യണ്? സൈന്യത്തെ ബംഗാൾ നവാബായിരുന്ന സിറാജു ദൗളക്കെതിരെയും അവരുടെ ഫ്രഞ്ച് അലൈസിനെതിരെയും എന്ത് ചെയ്യും? യൂസ് ചെയ്യും. സാർ മനസ്സിലായില്ല. സിറാജു ദൗള ഫ്രഞ്ചുകാരെ സപ്പോർട്ട് ചെയ്യണം. ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്ക് എന്ത് ചെയ്യണം? ഇന്ത്യയിലെ നമ്പർ 1 കമ്പനി ആവുകയും വേണം. അപ്പൊ ഫ്രഞ്ചുകാരോട് വെച്ചിരിക്കാൻ പറ്റുമോ? ഇല്ല. അപ്പൊ സിറാജു ദൗള എന്ത് ചെയ്യണം? ഡിഫീറ്റ് ചെയ്തേ പറ്റുള്ളൂ. അതിനു വേണ്ടിയിട്ട് ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി അയക്കുന്ന ഹീറോ ആണ് ആര്? റോബർട്ട് ക്ലൈവ്. സോ കുറച്ചു മുമ്പല്ലേ റോബർട്ട് ക്ലൈവ് വില്ലനാണെന്ന് പറഞ്ഞത്? എന്റെ മക്കളെ, ആ 2 കമ്പനിയെ വളർത്തുന്ന ആ 2 പേരും എന്താണ്? വളർത്തിക്കൊണ്ടിരിക്കുകയല്ലേ. വിജയുടെ പണി എന്താ? അവരെ തോൽപ്പിച്ചിട്ട് ഇപ്പൊ എന്ത് ചെയ്യണം? കമ്പനിയുടെ ഇത് എടുക്കണം. പക്ഷെ ആദ്യം ഒരു വളർത്തിയില്ലേ? അപ്പൊ റോബർട്ട് ക്ലൈവ് ആദ്യം എന്തായിരുന്നു? ഹീറോ ആയിരുന്നു. പിന്നീടാണ് വില്ലനാവാൻ വേണ്ടി പോണത്. അത് നമുക്ക് ആ കാര്യങ്ങൾ പഠിക്കാം. റോബർട്ട് ക്ലൈവ് ആരെ തോൽപ്പിക്കാൻ പോവാണ്? സിറാജു ദൗളയെ തോൽപ്പിക്കാൻ പോവാണ്. ഓക്കെ. അപ്പൊ റോബർട്ട് ക്ലൈവിനെ തോൽപ്പിക്കണം. ബാറ്റിൽ ഓഫ് പ്ലാസി 1759. അപ്പൊ ഇങ്ങനത്തെ ഒരു യുദ്ധമാണ് നിങ്ങൾ എന്ത് ചെയ്യുക? പ്രതീക്ഷിക്കുക. യുദ്ധം എന്ന് പറഞ്ഞാൽ ഇങ്ങനെയല്ല ഉണ്ടാവുക. ഒരു ഭാഗത്ത് നാള് വരുന്നു, ഒരു ഭാഗത്ത് നാള് വരുന്നു, രണ്ടുപേരും അടി ഇടി ബഹളം, തോക്ക് പൊട്ടുന്നു, വാള് വരുന്നു, രക്തം വരുന്നു, അതൊക്കെയല്ലേ പ്രതീക്ഷിക്കുക. ഇവിടെ അങ്ങനെ ഒന്നുമില്ല. സോ അങ്ങനെ ഒന്നും ഇല്ലെങ്കിൽ ഫോട്ടോ തന്നെ എടുത്തത് അത് അങ്ങനെയല്ല എന്ന് പറയാൻ വേണ്ടിയിട്ട്. ഓക്കെ. അവിടെ ഒരു വ്യക്തിയുണ്ട്. വ്യക്തിയുടെ പേരാണ് മിർ ജാഫർ. ആരാണ് ഈ മിർ ജാഫർ? അതായത് നമ്മുടെ ഈ നവാബില്ലേ സാർ, നവാബിന്റെ പേരെന്താ? സിറാജു ദൗള. സിറാജു ദൗളയുടെ കമാൻഡർ ഇൻ ചീഫ് ആണ് ആര്? മിർ ജാഫർ. അപ്പൊ രണ്ടു ഭാഗത്ത് യുദ്ധത്തിന് ആളുകൾ വരികയാണ്. ഓക്കെ. സിനിമയിലെ കണ്ടിട്ടുണ്ടാവില്ല, രണ്ടുപേരും എന്ത് ചെയ്യാൻ പോവാണ്? കുതിര പുറത്ത് ഇങ്ങനെ വരാൻ പോവാണ്. അങ്ങനത്തെ ഒരു സംഭവമായിരിക്കും നിങ്ങൾ എക്സ്പെക്ട് ചെയ്യുക. അങ്ങനെ ഒന്നും അല്ല നടന്നത്. ഓക്കെ. മിർ ജാഫർ എന്ത് പറഞ്ഞ്? ഇസ്തുയി, ഞാൻ ഈ യുദ്ധത്തിന് ഇല്ല. ഓക്കെ. അപ്പൊ നവാബ് എന്തായി? ഒറ്റയ്ക്കായി. അപ്പോ അരമണിക്കൂർ, അതായത് 1 മണിക്കൂർ കൊണ്ട് എന്ത് ചെയ്തു? യുദ്ധം കഴിഞ്ഞ്. നിങ്ങൾ തന്നെ പറ, 1 മണിക്കൂർ കൊണ്ട് കഴിഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ പേര് യുദ്ധമാണ്? അല്ല. കറക്റ്റായി പറഞ്ഞ ഒരു 3.5 മണിക്കൂർ കൊണ്ട് എന്ത് ചെയ്തു? യുദ്ധം കഴിഞ്ഞ്. രാവിലെ ഒരു 10 മണിക്ക് തുടങ്ങി 1:30 എന്ത് ചെയ്തു? യുദ്ധം കഴിഞ്ഞു. ഇതിന്റെ പേര് യുദ്ധമാണ്? അല്ല. ഓക്കെ. പക്ഷെ ബ്രിട്ടീഷുകാർ കൺട്രോൾ കിട്ടിയാ? കിട്ടി. എന്തിന്റെ പുറത്ത് കിട്ടി? ബംഗാളിന്റെ പുറത്ത് കിട്ടി. അപ്പൊ കുറെ പേര്, സാർ ഈ ബംഗാള് കിട്ടിയിട്ട് എന്താ കാര്യം? ഞാൻ ഈ ബംഗാൾ ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യട്ടെ. ഇന്ന് കാണുന്ന ബംഗ്ലാദേശ് എന്ന് പറയുന്ന രാജ്യം, വെസ്റ്റ് ബംഗാൾ എന്ന് പറയുന്ന സ്റ്റേറ്റ്, ഒറീസ, ബീഹാർ എന്ന് പറയുന്ന സ്ഥലങ്ങളുടെ കുറച്ചു ഭാഗം. അപ്പൊ ബംഗാൾ ചെറുതാണോ? അതെ. നത്തോലി ഒരു ചെറിയ മീനല്ല. ബംഗാൾ എന്ന് പറയുന്നത് എന്തല്ല? ഒരു ചെറിയ സംഭവമല്ല. ഒരു രാജ്യം തന്നെ ഉൾപ്പെട്ടാണ് അന്നത്തെ ബംഗാൾ എന്ന് പറയുന്നത്. ആ ബംഗാൾ ആരുടെ കയ്യിലായി? ബ്രിട്ടീഷുകാരുടെ കയ്യിലായി. പക്ഷെ ആരുടെ ഹെൽപ്പ് വേണമായിരുന്നു? മീർ ജാഫറിന്റെ ഹെൽപ്പ് വേണമായിരുന്നു. അപ്പോ എനിക്ക് ഒരാളുടെ ഹെൽപ്പിലൂടെയാണ് വേറൊരു സാധനം കിട്ടിയത്. അങ്ങനെയാണെങ്കിൽ ഞാനാണോ പവർഫുൾ? എന്നെ ഹെൽപ്പ് ചെയ്ത ആളാണോ പവർഫുൾ? എന്നെ ഹെൽപ്പ് ചെയ്ത ആള്. ഇപ്പൊ ബ്രിട്ടീഷുകാർക്ക് പോയിട്ട് എനിക്ക് അതുതാ അതുതാ എന്നൊക്കെ പറയാൻ പറ്റുമോ? പറ്റില്ല. പക്ഷെ ഒരു കൺട്രോൾ കിട്ടിയാ? കിട്ടി. അതുകൊണ്ട് നമ്മൾ എന്താ പഠിക്കുക? ബാറ്റിൽ ഓഫ് പ്ലാസിയാണ് ബ്രിട്ടീഷ് റൂളിന് അടിത്തറയിട്ടത്. ബേസ് ഇട്ടിട്ടേ ഉള്ളൂ. അടിത്തറ എന്ന് പറഞ്ഞാൽ എന്താ? കൺസ്ട്രക്ഷന്റെ ബേസ്. ഇനി വീട് കെട്ടണ്ടേ? വീട് കെട്ടിയാലല്ലേ അതിൽ പോയി ഇരിക്കാൻ പറ്റുള്ളൂ. അല്ലാതെ ആരെങ്കിലും അടിത്തറയിട്ടിട്ട് അതിൽ പോയി ഇരിക്കുന്ന ആളുകളുണ്ടാ? ഇല്ലല്ലോ. അപ്പൊ അടിത്തറയാണ് പ്ലാസി യുദ്ധം. പ്ലാസി യുദ്ധം എന്ന് പറയുന്നത് എന്താണ്? ഒരു ചതിയാണോ? അതെ. ഓക്കെ അല്ലേ? അത് കറക്റ്റ് ആയിട്ടൊരു യുദ്ധമാണോ? യുദ്ധമല്ല. പക്ഷെ ഈ ബ്രിട്ടീഷ് വിക്ടറി എന്ത് ചെയ്തു? ബ്രിട്ടനെ ഇന്ത്യയിലെ ഏറ്റവും വലിയ കമ്പനികളിൽ ഒന്നാക്കിയിട്ട് മാറ്റി. ഇത് പ്ലാൻ ചെയ്യണ്ടേ? ഓക്കെ ആണല്ലോ. സ്മാർട്ട് വർക്ക് ആണോ വലുത്? ഹാർഡ് വർക്ക് ആണോ വലുത്? സ്മാർട്ട് വർക്ക്. ഇത് ചെയ്ത വ്യക്തിയാണ് ആര്? റോബർട്ട് ക്ലൈവ്. അപ്പൊ എല്ലാവരും ഹാപ്പി. ബ്രിട്ടീഷ് പാർലമെന്റ് ഹാപ്പി,
കമ്പനി എല്ലാവരും ഹാപ്പി. അങ്ങനെ റോബർട്ട് ക്ലൈവിനെ പിടിച്ചെന്താക്കി, നീ ആയിക്കോ ഗവർണർ. ഓക്കെ, എന്തിന്റെ, ബംഗാളിന്റെ ഗവർണർ ആയിക്കോ എന്നാക്കി. അങ്ങനെ ഇരിക്കുമ്പോഴാണ് അതാണ് നട്ട നമ്മുടെ ഹീറോ കം വില്ലൻ. ഓക്കെ, ഈ സമയത്ത് പുള്ളി ഹീറോ ആണ്, ഇനി എന്താവാൻ പോവാണ്, വില്ലൻ ആവാൻ വേണ്ടി പോവാണ്. ക്ലിയർ അല്ലേ? ഫൈൻ. ഓക്കെ, അങ്ങനെയാണെങ്കിൽ 1764 അടുത്ത യുദ്ധം ഉണ്ടായി. യുദ്ധത്തിന്റെ പേരാണ് ബക്സർ യുദ്ധം. സോ ബക്സർ യുദ്ധം എന്താ ഇത്ര ഇമ്പോർട്ടന്റ്? പ്ലാസി യുദ്ധം ബ്രിട്ടീഷ് ഭരണത്തിന് അടിത്തറ പാകിയെങ്കിൽ അതിൽ വീട് കെട്ടിയ യുദ്ധമാണ് എന്ത്, ബക്സർ യുദ്ധം. സാർ മനസ്സിലായില്ല? ഒരു ഭാഗത്ത് റോബർട്ട് ക്ലൈവും അവരുടെ നേതൃത്വത്തിലുള്ള ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയും, വേറൊരു ഭാഗത്ത് മൂന്ന് പേരാ. അതെ, ഒരാളുടെ പേര് മിർ കാസിം, ബംഗാളിന്റെ നവാബ്. രണ്ടാമത്തെ ആളുടെ പേര് അവധിലെ നവാബായിരുന്ന ഷുജാഉൽ ദൗള. മൂന്നാമത്തെ ആളുടെ പേര് മുഗൾ ചക്രവർത്തി ആയിരുന്ന ഷാ ആലം രണ്ടാമൻ. അപ്പൊ എന്റെ കൂടെ പറ, ഓക്കെ അല്ലേ? ബേസിക് ആയ കാര്യങ്ങൾ അറിയുന്ന എല്ലാവർക്കും അറിയാം, മുഗൾ രാജവംശം എന്ന് പറയുന്നത് ഇന്ത്യയിലെ ഏറ്റവും ശക്തമായ രാജവംശമാണ്. കറക്റ്റ് ആണോ? അതെ. ആ രാജവംശത്തിലെ ചക്രവർത്തിയും ഷുജാഉൽ ദൗള നവാബും മീർ കാസിമും കൂടി എന്ത് ചെയ്യാൻ പോവാണ്, ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി ആക്രമിക്കാൻ പോവാണ്. അതാണോ 1764 ബക്സർ യുദ്ധം? ഒരു ഭാഗത്ത് ഒരാൾ ഒറ്റയ്ക്ക്, ഒരു ഭാഗത്ത് മൂന്ന് പേരെന്താണ് എക്സ്ട്രാ ആയിട്ട്. ഈ യുദ്ധത്തിൽ ആര് ജയിക്കുന്നോ അവരാണ് എന്ത്, കിങ്, അവരാണ് എന്ത്, രാജാവ്. ആര് ജയിച്ചു? ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി ജയിച്ചു. ഓക്കെ ആണ്? ഓക്കെ ആണ്. അപ്പൊ ഈ യുദ്ധമാണോ, ബക്സർ യുദ്ധമാണോ ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്ക് ഇന്ത്യയിൽ ഒരു അടിത്തറയിട്ടത്? അടിത്തറയിടല്ല, ഇന്ത്യയിൽ വളർത്തിയത്, ഡൊമിനൻസ് കൊണ്ടുവന്നത്. അതെ. അപ്പോ ബ്രിട്ടീഷുകാർക്ക് ആധിപത്യം കൊണ്ടുവന്ന യുദ്ധമാണെന്ത്, ബക്സർ യുദ്ധം 1764. ബ്രിട്ടീഷുകാർക്ക് അടിത്തറയിട്ട യുദ്ധമാണെന്ത്, 1757 പ്ലാസി യുദ്ധം. രണ്ട് യുദ്ധം മനസ്സിലായോ? രണ്ട് യുദ്ധത്തിലും മെയിൻ ആയിട്ടുള്ള ആൾക്ക് പേരെന്താ, റോബർട്ട് ക്ലൈവ്. ഓക്കെ, പക്ഷെ ഈ ബക്സർ യുദ്ധത്തില് ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയെ നയിച്ച ആളുടെ പേരാണ് മേജർ ഹെക്ടർ മുൺട്രോ. അതായത് റോബർട്ട് ക്ലൈവിന്റെ കമാൻഡിൽ തന്നെയാണ് എന്ത് ചെയ്യുന്നത്, നയിക്കുന്നത്. ഇതിന്റെ ഭാഗമായിട്ട് അവരൊരു ട്രീറ്റി ഉണ്ടാക്കി. ട്രീറ്റി എന്ന് വെച്ചാൽ എന്താ, ഉടമ്പടി. ഉടമ്പടിയുടെ പേരെന്താ, അലഹബാദ് ഉടമ്പടി 1765. ഇതില് ഈ മൂന്ന് പേരുണ്ടല്ലോ, ആരൊക്കെയാണ്? ഷുജാഉൽ ദൗള, മീർ കാസിം, ഷാ ആലം രണ്ടാമൻ. ഇവരെന്ത് ചെയ്തു, സൈൻ ചെയ്തു. എന്താ സൈൻ ചെയ്തത്? ഇനി മുതൽ ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്ക് ഞങ്ങൾ ഒരു അവകാശം കൊടുക്കാൻ വേണ്ടി പോവുകയാണ്. ആ അവകാശത്തിന്റെ പേരെന്താ, ദിവാനി റൈറ്റ്സ്. ദിവാനി റൈറ്റ്സ് എന്ന് വെച്ചാൽ എന്താ, ടാക്സ് പിരിക്കാം. ഇന്ത്യക്കാരിൽ നിന്ന് ടാക്സ് പിരിക്കാനുള്ള അധികാരം ആർക്ക് കിട്ടി? ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്ക് കിട്ടി. ടാക്സ് എന്ന് പറയുന്ന ഒരു വരുമാനമാണ്. നമ്മുടെ ഗവൺമെന്റിന്റെ ഏറ്റവും വലിയ വരുമാനമല്ലേ ടാക്സ് എന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്ക് ഇന്ത്യക്കാരന് എന്ത് ചെയ്യുക, ടാക്സ് പിരിക്കുക. കമ്പനി അടുത്ത് പൈസയാണോ? അതെ. കമ്പനി ഇന്ത്യയിലെ ഏറ്റവും വലിയ കമ്പനി ആയിട്ട് മാറും. എപ്പ തൊട്ട് മാറും? 1764. ആരാ ഇതിന്റെ എല്ലാം പിന്നിൽ വർക്ക് ചെയ്യുന്നത്? നമ്മുടെ റോബർട്ട് ക്ലൈവ്. ഓക്കെ അല്ലേ? ബാറ്റിൽ ഓഫ് ബക്സർ ജയിച്ച ആളുടെ പേരെന്താ, ഹെക്ടർ മുൺട്രോ. അപ്പൊ അടുത്ത ഡൗട്ട്, സാർ ഈ മിർ കാസിം ആണ് ഇവിടെ എന്ത് ചെയ്യുന്നത്, യുദ്ധം ചെയ്യുന്നത്. സാർ കഴിഞ്ഞതിൽ പറഞ്ഞത് ആരെ രാജാവാക്കിയെന്നാണ്? മീർ ജാഫർ ആണ് എന്ത് ചെയ്തത്, തോൽപ്പിച്ചത്. മീർ ജാഫറിനെയാണ് എന്താവുന്നത്, സിറാജു ദൗളയ്ക്ക് പകരം രാജാവാക്കുന്നതാണ് കുറച്ച് നേരത്തെ പറഞ്ഞത്. എന്നിട്ട് ഇവിടെ ആരെ എത്തി? ഇവിടെ എത്തി മീർ കാസിം. അപ്പൊ ഷുജാഉൽ ദൗളയ്ക്ക് എന്ത് പറ്റി? ഓക്കെ അല്ലെ? അതായത് മിർ ജാഫർ എന്ത് പറ്റി? മിർ ജാഫർ അവിടെ കയറിയ ഉടനെ കമ്പനി എന്ത് പറഞ്ഞു, അത് ചെയ്യ്, ഇത് ചെയ്യ്, അങ്ങനെ ചെയ്യ്, ഇങ്ങനെ ചെയ്യുന്നു പറഞ്ഞു. അത് ആർക്കും ഇഷ്ടപ്പെട്ടില്ല? മിർ ജാഫറിന് ഇഷ്ടപ്പെട്ടില്ല. അപ്പൊ പുള്ളിനെ മാറ്റിയിട്ട് ആരെ വെച്ച്? മിർ കാസിമിനെ വെച്ചു. മിർ കാസിമിന് എന്ത് ചെയ്യില്ല, ഇത് ഇഷ്ടപ്പെട്ടില്ല. അപ്പൊ മിർ കാസിം എന്ത് പറഞ്ഞ്, എന്നെ മാറ്റാൻ പോവുകയാണെന്ന് മനസ്സിലായി. അപ്പൊ ഉടനെ മിർ കാസിം രണ്ടുപേരെടുത്ത് ഹെൽപ്പ് ചോദിച്ചു. ഒരാളുടെ പേര് ഷുജാഉൽ ദൗള, അടുത്ത ആളുടെ പേര് ഷാ ആലം രണ്ടാമൻ. എല്ലാവർക്കും ബ്രിട്ടീഷേഴ്സിനെ കൊണ്ട് മതിയായി. അപ്പൊ എല്ലാവരും കൂടി നടത്തിയ യുദ്ധമാണ് ബാറ്റിൽ ഓഫ് ബക്സർ. മനസ്സിലായി? ഇത്രയും ഓക്കെയാണോ? ഇത്രയും ഓക്കെയാണ്. ഇതിന്റെ ഭാഗമായിട്ടുണ്ടായ ഉടമ്പടിയുടെ പേരാണ് ട്രീറ്റി ഓഫ് അലഹബാദ്, അല്ലെങ്കിൽ അലഹബാദിൽ ഉടമ്പടി ഉണ്ടായ വർഷമാണ് 1765. ഇതിലൂടെ ബ്രിട്ടീഷേഴ്സിന് എന്താണ് കിട്ടിയത്? ദിവാനി അധികാരം. ദിവാനി അധികാരം എന്ന് വെച്ചാൽ എന്താ? ബംഗാൾ, ബീഹാർ, ഒറീസ. ഓക്കെ സാർ, ബംഗാൾ മാത്രമല്ലേ ഉള്ളൂ? മുഗൾ രാജാവ് വന്നില്ലേ, അവധിലെ രാജാവ് വന്നില്ലേ? ആണല്ലോ.
അങ്ങനെയാണെങ്കിൽ ബംഗാൾ മാത്രം മതിയാ? പോരാ, ബംഗാളും വേണം. അവധ് എന്ന് പറഞ്ഞാൽ ഈ സമയത്ത് ബീഹാറിന്റെ ഭാഗമൊക്കെയാണ്. ബീഹാറും വേണം, ഒറീസയും വേണം. ഇത് മുഴുവൻ ആരുടെ കയ്യിലാണ്? ബ്രിട്ടീഷുകാരുടെ കയ്യിലാണ്. സാർ അവിടെ അവരവിടെ ഭരിക്കുകയാണോ? ഭരിക്കുകയൊന്നുമല്ല, അവിടെ നിന്ന് ടാക്സ് പിരിക്കുകയാണ്. ആ അധികാരത്തിന്റെ പേരാണെന്ത്? ദിവാനി അധികാരം. അപ്പൊ എന്റെ ചോദ്യം, ഓൾറെഡി ഇന്ത്യയിൽ വന്നിട്ടുള്ള യൂറോപ്യൻ കമ്പനികളിൽ നമ്പർ 1 കമ്പനിയാണ് ആര്? ബ്രിട്ടീഷ് ഇന്ത്യ കമ്പനി. എപ്പോ? 1764. രണ്ടാമത്തെ, അവരുടെ കയ്യിൽ എന്ത് അധികാരമുണ്ട്? ടാക്സ് പിരിക്കാനുള്ള അധികാരമുണ്ട്. കയ്യിൽ അവരുടെ കയ്യിൽ പൈസ ഉണ്ടാവോ അതോ കടമായിരിക്കും? നിങ്ങൾ തന്നെ പറ. പൈസ ഉണ്ടാവില്ലേ? പക്ഷെ നോക്കുമ്പോ എന്താണ്? ഫുൾ കടം, ആകെ കടം, ആകെ പ്രശ്നം. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ബക്സർ യുദ്ധത്തിലൂടെ ബ്രിട്ടീഷുകാർക്ക് എന്തൊക്കെയാണ് ലഭിച്ചത്? ഇന്ത്യൻ സബ് കോണ്ടിനെന്റ്, അതായത് ഇന്ത്യയിലെ ഒരു വലിയ ഏരിയ ആരുടെ കൺട്രോളിലായി? ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ കൺട്രോളിലായി. മുഗൾ രാജാവിനെ അവരെ തോപ്പിച്ചില്ലേ? മുഗൾ രാജവംശം എന്ത് ചെയ്തു? ഗ്രാജുവലി തകരാൻ വേണ്ടി തുടങ്ങി. അപ്പോൾ പ്ലാസി യുദ്ധം അടിത്തറയിട്ടെങ്കിൽ ഡൊമിനൻസ്, ആധിപത്യം ഉണ്ടാക്കിയ യുദ്ധമാണെന്ത്? ബാറ്റിൽ ഓഫ് ബക്സർ എന്ന് പറയുന്നത്. ഇതിനുശേഷം ഇന്ത്യൻ സ്റ്റേറ്റ്സിനെ, അതായത് ഇന്ത്യൻ സംസ്ഥാനങ്ങളെ അല്ലെങ്കിൽ ഇന്ത്യയിലെ നാട്ടുരാജ്യങ്ങളെ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് അവരവിടെ ആരെ അപ്പോയിന്റ് ചെയ്തു? റെസിഡന്റ് ദിവാനെ അപ്പോയിന്റ് ചെയ്യാൻ തുടങ്ങി. സാറ ഈ റെസിഡന്റ് ദിവാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മക്കളെ, ഒരു ബ്രിട്ടീഷുകാരുടെ ഒരാള് എവിടെ ഉണ്ടാവും? ഒരു നാട്ടുരാജ്യത്തിൽ ഉണ്ടാവും. രാജാവാണോ ഭരിക്കുക? പേരിന് രാജാവാണോ ഭരിക്കുക? പക്ഷെ കാര്യങ്ങളെല്ലാം തീരുമാനിക്കുക ആരായിരിക്കും? റെസിഡന്റ് ദിവാൻ ആയിരിക്കും. ഇത്രയും കാര്യം ഒക്കെ ആയി. അപ്പൊ ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി ഇപ്പൊ എന്ത് ചെയ്യാൻ പോവാ? ഇന്ത്യ ഭരിക്കാൻ പോവാണ്. പൈസയാണ്. ഓക്കെ, ഇങ്ങനെ ഒരു സിറ്റുവേഷനിലാണ് എന്തിരിക്കുന്നത്? നമ്മുടെ ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി ഇരിക്കുന്നത്. ഒരു ക്വസ്റ്റ്യൻ ചെയ്തിട്ട് അടുത്തേക്ക് പോവാം. ഇത് ഒരു അനാലിസിസ് ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ്. നമ്മൾ ഡിസ്കസ് ചെയ്ത പോലെ 2024 അനാലിസിസ് ടൈപ്പ് വന്നിട്ടുണ്ടായിരുന്നത്. അതിൽ 5 ടൈപ്പ് ക്വസ്റ്റ്യൻസ് ഉണ്ട്. അതിൽ ടൈപ്പ് 3 ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോണത്. ഒരു കൺക്ലൂഷൻ വന്നിട്ടുണ്ട്. കൺക്ലൂഷൻ എന്താ? ദ ബ്രിട്ടീഷ് എസ്റ്റാബ്ലിഷ് ദിയർ ഡോമിനൻസ് ഇൻ ഇന്ത്യ ത്രൂ ബാറ്റിൽ ഓഫ് ബക്സർ. ബാറ്റിൽ ഓഫ് ബക്സറിലൂടെയാണ് ആധിപത്യം സ്ഥാപിച്ചത്. അപ്പൊ എന്റെ ചോദ്യം, അടിത്തറയിട്ട യുദ്ധം ഏതാ? പ്ലാസി. ആദ്യത്തെ സ്ഥാപിച്ച യുദ്ധം ഏതാ? ബക്സർ. അത് ശരിയാണ്. അത് ശരിയാണെങ്കിൽ 2 ഇൻഫറൻസ് തന്നിട്ടുണ്ട്. എന്നിട്ട് ചോദിച്ചിരിക്കുന്നത് വിച്ച് ഓഫ് ദ എബോവ് ഇൻഫറൻസ് ക്യാൻ ബി ഡിറൈവ്ഡ് ഫ്രം കൺക്ലൂഷൻ. കൺക്ലൂഷനിൽ നിന്ന് നിങ്ങൾക്ക് താഴെ പറഞ്ഞിട്ടുള്ളവയിൽ ഏത് ഇൻഫറൻസ് എന്ത് ചെയ്യാൻ പറ്റും? ഡിറൈവ് ചെയ്യാൻ പറ്റുന്നതാണ് ചോദ്യം. ഇത്രയും കിട്ടിയ ചോദ്യം മനസ്സിലായോ? മനസ്സിലായി. അങ്ങനെയാണെങ്കിൽ ഒന്നാമത്തെ ഇൻഫറൻസ്, ഇഫ് കമ്പനി ഡിഡ്ന്റ് വിൻ ബാറ്റിൽ ഓഫ് ബക്സർ they could not have colonized India. അപ്പൊ എന്റെ ചോദ്യം, ഇത്രയും കാലത്ത് നിങ്ങൾക്ക് മനസ്സിലായത് ഓക്കെ അല്ലേ? ബാറ്റിൽ ഓഫ് ബക്സറിൽ കമ്പനി തോറ്റു എന്ന് വിചാരിക്കുക. മുഗൾ രാജാവും ഷുജാഉൽ ദൗളയും നമ്മുടെ എന്താ പറയാ മീർ കാസിമും അവരെ വിടുവോ? ഇല്ലല്ലോ. കമ്പനി പൊളിഞ്ഞു പോവില്ലേ? അപ്പൊ ഇന്ത്യയിൽ കമ്പനി ആധിപത്യം സ്ഥാപിക്കാണ്ടായ യുദ്ധം ഏതാണ്? ബാറ്റിൽ ഓഫ് ബക്സർ ആണ്. അപ്പൊ ഇൻഫറൻസ് ഒന്ന് നമുക്കതൊന്ന് ഡിറൈവ് ചെയ്യാൻ പറ്റില്ലേ? പറ്റും. ഇൻഫറൻസ് 2, ബാറ്റിൽ ഓഫ് പ്ലാസി ഈസ് എ ബിട്രയൽ റാദർ ദാൻ എ വാർ. അത് ശരിയാണോ? അത് ശരിയല്ലേ? നമ്മുടെ കമാൻഡർ എന്ന് പറഞ്ഞ് ഞങ്ങളില്ല, മിർ ജാഫർ എന്ന് പറഞ്ഞ് ഞങ്ങൾ യുദ്ധം ഇല്ല എന്ന് പറഞ്ഞു. 3.5 മണിക്കൂർ കൊണ്ട് യുദ്ധം തീർന്നില്ലേ? തീർന്നു. അത് നിങ്ങൾക്ക് ഇതിന്ന് എന്താ പറയാ ഡിറൈവ് എടുക്കാൻ പറ്റുന്നുണ്ടോ? തന്നിരിക്കുന്ന ബാറ്റിൽ ഓഫ് ബക്സറിനെ കുറിച്ച് എന്തോ അല്ലേ? അതും ബാറ്റിൽ ഓഫ് പ്ലാസി ഒരു ബിട്രയൽ ആണ് എന്നുള്ള കാര്യം ഡിറൈവ് എടുക്കാൻ പറ്റുന്നുണ്ടാ? ഇല്ല. അപ്പൊ ഏത് മാത്രമേ ഡിറൈവ് എടുക്കാൻ പറ്റുന്നുള്ളൂ? ഇൻഫറൻസ് 1 മാത്രമേ ഡിറൈവ് എടുക്കാൻ പറ്റുന്നുള്ളൂ. അങ്ങനെയാണെങ്കിൽ ഇവിടെ ഏതാണ് കറക്റ്റ്? ഓപ്ഷൻ എ, ഓൺലി 1. ക്വസ്റ്റ്യൻ മനസ്സിലായോ? ഓക്കെ, ആൻസർ മനസ്സിലായോ? അപ്പൊ അങ്ങനെ ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് എന്താണ് ഈ ആക്ട് ഉണ്ടാക്കാനുള്ള കാരണം. അപ്പൊ ഇത്രയും കഥ മനസ്സിലായോ? ഇത്രയും കഥ മനസ്സിലായി. ഓക്കെ, അപ്പൊ ഇനി എന്റെ കൂടെ പറയണേ, നമ്മൾ കഥയിലേക്ക് എന്ത് ചെയ്യാണ്? കഥയുടെ മെയിൻ പാർട്ടിലേക്ക് കടക്കാൻ പോവാണ്. ഓക്കെ അല്ലെ? ഈസ്റ്റ് ഇന്ത്യ കമ്പനി 1772 ഫിനാൻഷ്യലി ക്രൈസിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കയ്യിൽ പൈസ ഇല്ല.
കയ്യിൽ നയാ പൈസയില്ല. സാർ പാട്ട് പാടരുത്, ഞങ്ങൾ എന്ത് ചെയ്യും, PSC പഠനം നിർത്തിയിട്ട് പോവും. സമ്മതിച്ചു, ഓക്കെ അല്ലേ? കേക്ക്. കയ്യിൽ എന്തില്ല, നയാ പൈസ ഇല്ല. എന്റെ ചോദ്യം, 1757 ബാറ്റിൽ ഓഫ് പ്ലാസി വിജയിച്ചു. 1763 ബാറ്റിൽ ഓഫ് ബക്സർ വിജയിച്ചു. ഇപ്പോൾ ഇന്ത്യയിൽ നിന്ന് ടാക്സ് പിരിക്കാനുള്ള അധികാരം ഉണ്ട്. ഇന്ത്യയിൽ സാധനം വിൽക്കാനുള്ള അധികാരം ഉണ്ട്. ഇന്ത്യയിലെ ഏറ്റവും വലിയ കമ്പനിയാണോ എന്ത്, ബ്രിട്ടീഷ് കമ്പനി ആണ്. ഇങ്ങനെയുള്ള കമ്പനിയുടെ കയ്യിൽ കാശ് വേണ, അതോ കമ്പനി പൊളിഞ്ഞിരിക്കണ? നിങ്ങൾ തന്നെ പറ. കാശ് വേണ്ടേ? കമ്പനി പൊളിഞ്ഞു. എന്നിട്ട് ബ്രിട്ടീഷ് ഗവൺമെന്റിനോട് വീണ്ടും കടം ചോദിക്കുകയാണ്. എന്ത്? 1 മില്യൺ പൗണ്ട്സ്. ഓക്കെ അല്ലെ? 10 ലക്ഷം പൗണ്ട് എന്ത് ചെയ്ത് കടം ചോദിച്ചു. അപ്പൊ ശരത് കുമാറിന് വിഷമാവില്ലേ? ശരത് കുമാറിന് മനസ്സിലായില്ലേ എന്താണ്, എന്തോ പ്രശ്നം ഉണ്ടെന്ന് പറഞ്ഞിട്ട്? ഓക്കെ അല്ലെ? ശരത് കുമാർ തകരില്ലേ? ബ്രിട്ടീഷ് പാർലമെന്റ് എന്ത് ചെയ്ത്? തകർന്നു. അങ്ങനെയാണെങ്കിൽ ആ തകർന്നു പോയ അച്ഛന്റെ മനസ്സ് വീണ്ടും കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ഒരു ഹീറോ വരണ്ടേ? ആ ഹീറോ വാരിസിലാരാണ്? വിജയ്. നമ്മുടെ ഹീറോ ആരാണ്? വാറൻ ഹേസ്റ്റിങ്സ്. അപ്പൊ വാറൻ ഹേസ്റ്റിങ്സ് വരും. ആരെ മാറ്റണം? ഈ രണ്ടുപേരെ മാറ്റണം. ഈ രണ്ടുപേരാരാ? ശരത് കുമാറിന്റെ രണ്ട് മക്കള്. പക്ഷെ ഇവിടെ ആരെ മാറ്റണം? റോബർട്ട് ക്ലൈവിനെ മാറ്റണം. എന്നിട്ട് ആരെ വെക്കണം? വാറൻ ഹേസ്റ്റിങ്സിനെ വെക്കണം. ഇത്രയും കാര്യമായോ? അപ്പൊ എന്തുകൊണ്ടാ കമ്പനിയിൽ പ്രശ്നം ഉണ്ടായത്? കറപ്ഷൻ, അഴിമതി. കാശ് എവിടെ വന്നോ അവിടെ എന്തുണ്ടാവും? അഴിമതി ഉണ്ടാവും. രണ്ടാമത്തെ പണി എന്താ? നെപ്പോട്ടിസം. നെപ്പോട്ടിസം എന്ന വാക്ക് നിങ്ങൾ എല്ലാവരും കേൾക്കുന്നതല്ലേ? ഓക്കെ അല്ലെ? ഇപ്പൊ കുറെ ആയിട്ട് സിനിമ ഫീൽഡിലൊക്കെ നമ്മൾ കാണുന്നതല്ലേ? നെപ്പോട്ടിസം പറയാൻ എന്താ? കമ്പനിയുള്ള എല്ലാവരും എന്റെ മാമന്റെ, കൊച്ചച്ഛന്റെ, എന്റെ അളിയന്റെ എല്ലാ റിലേറ്റീവ് ആണ്. ഓക്കെ അല്ലെ? പുറമേ നിന്നുള്ള ഒരാളും ഇല്ല. ഫുൾ കറപ്ഷൻ ആണ്. ഞങ്ങൾ എന്ത് ചെയ്യുന്നുണ്ട്? കമ്പനി ഓഫീഷ്യൽസ് നന്നായിട്ട് എന്ത് ചെയ്യുന്നുണ്ട്? പണക്കാരാവുന്നുണ്ട്. ബാക്കിയുള്ളവർ എന്താവുന്നില്ല? ഒന്നും ആവുന്നില്ല. ഓക്കെ. അവിടെ ഫെമൈൻ ഉണ്ടായി. ഫെമൈൻ എന്ന് വെച്ചാൽ എന്താ? ക്ഷാമം ഉണ്ടായി ബംഗാളില്. സർ, ബംഗാളിൽ ക്ഷാമം ഉണ്ടായി കഴിഞ്ഞാൽ ബ്രിട്ടീഷുകാർക്ക് എന്താ പ്രശ്നം എന്ന് നിങ്ങൾ എന്നോട് ചോദിക്കും. ഓക്കെ, ഞാനൊരു കാര്യം തിരിച്ചങ്ങോട്ട് ചോദിക്കും. എന്താ ചോദിക്കാൻ പോണത്? കൊറോണ വന്നു എന്ന് വിചാരിക്കല്ലോ, ഓൾറെഡി വന്നു കഴിഞ്ഞല്ലോ. ഒരു സമയത്ത് വന്നിട്ടുണ്ടായിരുന്നില്ല, 2020 സമയത്ത്. അങ്ങനെയാണെങ്കിൽ ബിസിനസ് ആ സമയത്ത് വളരുകയാണോ അതോ പൊളിയാണോ? ഒരു കോച്ചിങ് സെന്റർ, ഒരു സിനിമ, ഒരു എന്താ പറയാ ഷോപ്പിംഗ് മാൾ, ഇതൊക്കെ നന്നായി വളർന്ന അതോ പൊളിഞ്ഞില്ലേ? ഓക്കെ. അപ്പൊ എന്റെ ഒരു ചോദ്യം, ബിസിനസ് നന്നായി വളരണമെങ്കിൽ ആ സ്ഥലത്ത് എന്ത് വേണം? ശാന്തി, സമാധാനം, ആളുകളുടെ കയ്യിൽ അത്യാവശ്യത്തിന് പൈസ, ഇതെല്ലാം വേണ്ടേ? അപ്പൊ അവിടെ എന്തു വന്ന്? ക്ഷാമം വന്നു. ക്ഷാമം വന്നതല്ല പ്രശ്നം. ക്ഷാമത്തിന് കാരണം നമ്മുടെ കുട്ടിയാര്? റോബർട്ട് ക്ലൈവ് ആണ്. റോബർട്ട് ക്ലൈവ് ആണ് ഈ പരിപാടി എന്നെ ഉണ്ടാക്കിയത്. എന്ത്? ക്ഷാമം ഉണ്ടാക്കിയത്. അതെങ്ങനെ ഉണ്ടാക്കിയത്? പുള്ളി ഒരു സംവിധാനം കൊണ്ടുവന്നു. ആ സംവിധാനത്തിന്റെ പേരാണ് ദ്വിഭരണ സംവിധാനം, അല്ലെങ്കിൽ ഡ്യുവൽ ഫോം ഓഫ് അഡ്മിനിസ്ട്രേഷൻ എന്ന് പറയുന്നത്. എപ്പോഴാ കൊണ്ടുവന്നത്? ബാറ്റിൽ ഓഫ് ബക്സറിന് ശേഷം. ബാറ്റിൽ ഓഫ് ബക്സർ എപ്പോഴാ ഉണ്ടായത്? 1764. ഓക്കെ. അതെന്താ ബാറ്റിൽ ഓഫ് പ്ലാസിക്ക് ശേഷം റോബർട്ട് ക്ലൈവ് ഇത് കൊണ്ടുവരാതിരുന്നത്? എന്റെ മക്കളെ, ബാറ്റിൽ ഓഫ് പ്ലാസി റോബർട്ട് ക്ലൈവ് ജയിച്ചത് മിർ ജാഫറിന്റെ ഹെൽപ്പിലൂടെയാണ്, അല്ലാതെ സ്വന്തമായി ജയിച്ചതല്ലോ. അപ്പൊ സ്വന്തമായി ജയിച്ച യുദ്ധം ഏതാ? ബാറ്റിൽ ഓഫ് ബക്സർ ആണ്. ഇതിലൂടെ അവർക്ക് എന്താ അധികാരം കിട്ടിയത്? ദിവാനി റൈറ്റ്സ്. ദിവാനി റൈറ്റ്സ് എന്ന് പറഞ്ഞാൽ എന്താ ഞാൻ പഠിപ്പിച്ചത്? എവിടെയാണ് ഇരിക്കുന്നത് അവിടെ എന്റെ കൂടെ പറയണേ. ദിവാനി റൈറ്റ്സ് എന്ന് പറഞ്ഞാൽ എന്താ ഞാൻ പഠിപ്പിച്ചത്? ടാക്സുകൾ അയക്കാനുള്ള അവകാശം. അപ്പൊ രണ്ട് റൈറ്റ്സ് ഉണ്ട്. രണ്ട് റൈറ്റ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ദ്വിഭരണ സംവിധാനത്തിൽ രണ്ട് റൈറ്റ്സ് ഉണ്ട്. ടാക്സ് റോബർട്ട് ക്ലൈവും ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയും പിരിക്കാം, പൈസ കിട്ടുന്ന പരിപാടി അവർക്ക്. നവാബ് നിസാമത്ത് റൈറ്റ്സ് യൂസ് ചെയ്താൽ മതി. സാർ, എന്താ ഈ നിസാമത്ത് റൈറ്റ്സ് എന്ന് പറയുന്നത്? അതായത് ജുഡീഷ്യൽ റൈറ്റ്സ്. ഇപ്പൊ ആരെങ്കിലും എന്തെങ്കിലും തെറ്റ് ചെയ്യുന്നു വിചാരിക്കും, അവരുടെ കൈ വെട്ടണോ, കാല് വെട്ടണോ, അല്ല കല്ലെറിയണോ എന്ന കാര്യം തീരുമാനിക്കും നവാബ് തീരുമാനിക്കും. പൈസയുടെ കാര്യം ആര് തീരുമാനിക്കും? ബ്രിട്ടീഷുകാർ തീരുമാനിക്കും. പക്ഷെ ആക്ച്വലി ഈ രണ്ട് കാര്യങ്ങളും ആരുടെ കയ്യിലായിരുന്നു? നമ്മുടെ റോബർട്ട് ക്ലൈവിന്റെ കയ്യിൽ തന്നെയായിരുന്നു. അപ്പൊ റോബർട്ട് ക്ലൈവ് എന്ത് ചെയ്ത്? ടാക്സോട് ടാക്സ്. ആകെ വരുമാനം 100 രൂപ, ടാക്സ് എത്രയാണ്? 1000 രൂപ. അപ്പൊ ആകെ പ്രശ്നമായ നമ്മുടെ പാവപ്പെട്ട ഫാർമേഴ്സ് എന്താ ചെയ്യുക? ക്ഷാമം വന്നു. അപ്പൊ ബ്രിട്ടീഷുകാർക്ക് മനസ്സിലായി ഇന്ത്യയിലുള്ള ക്ഷാമത്തിന് കാരണം ആരാ? നമ്മുടെ കുട്ടി റോബർട്ട് ക്ലൈവ് ആണ്. ഇനിയും റോബർട്ട് ക്ലൈവിനോട് വെച്ചുകൊണ്ടിരുന്ന എന്ത് പറ്റില്ല? കമ്പനി നന്നാവില്ല. അപ്പൊ ശരത് കുമാറിന് മനസ്സിലായി എന്താണ്? നമ്മുടെ മക്കള് പ്രശ്നമാണ്. അപ്പോ കഠിന ഹൃദയത്തോടെ ശരത് കുമാർ മക്കളെ നന്നാക്കാൻ വേണ്ടിയിട്ട് ആരെ കൊണ്ടുവരും?
വിജയെ കൊണ്ടുവരും. റോബർട്ട് ക്ലൈവിനെ മാറ്റാൻ വേണ്ടിയിട്ട് ആരെ കൊണ്ടുവരും? വാറൻ ഹേസ്റ്റിങ്സിനെ കൊണ്ടുവരും. കണക്ഷൻ കിട്ടുന്നുണ്ടാ? ഓക്കെ അല്ലേ? രസല്ലേ? ആണ്. ഫൈൻ. ഓക്കെ. അങ്ങനെയാണെങ്കിൽ ഇത് രണ്ടും ആരുടെ കയ്യിലായിരുന്നു? കമ്പനിയുടെ കയ്യിലായിരുന്നു. ശരി. ഓക്കെ. അപ്പോ ബംഗാളില് ഉണ്ടായിരുന്ന, ബീഹാറില്, ഒറീസയിൽ ഉണ്ടായിരുന്ന എല്ലാവരും എന്ത് ചെയ്തു? ഇപ്പൊ സഫറിങ്ങിലാണ്. സോ എന്ത് സഫറിങ്? SUFFER സഫറിങ്. അപ്പൊ മൊത്തത്തിൽ എന്താണ് ആക്ച്വലി? അവർ പ്രശ്നത്തിലാണ്. അപ്പൊ എന്റെ ചോദ്യം, ആളുകളുടെ കയ്യിൽ പട്ടിണിയാണ്, കയ്യിൽ പൈസ ഇല്ല. അങ്ങനെയാണെങ്കിൽ ക്രൈം റേറ്റ് കൂടുവോ കുറയോ? കൂടും. ഒരാൾ ചെറിയൊരു സ്വർണ്ണം ഇട്ട് പോയാൽ എന്ത് ചെയ്യും? ഉടനെ പിടിച്ചു വലിക്കും, അതിലൂടെ ആള് മരിക്കും, ആകെ പ്രശ്നമാവും. ബംഗാളിൽ എന്താണ്? ആകെ ഇഷ്യൂ ആണ്, ആകെ പ്രശ്നമാണ്. എല്ലാത്തിനും കാരണം ആരാ? നമ്മുടെ കുട്ടി റോബർട്ട് ക്ലൈവ്. ഓക്കെ, ഫൈൻ. അതിന്റെ ഇടയ്ക്ക് റോബർട്ട് ക്ലൈവ് ആദ്യം എന്ത് ജയിച്ച്? 1757 പ്ലാസി ജയിച്ചു. ഓക്കെ. എവിടെ? 1764 ബക്സർ ജയിച്ചു. പക്ഷെ 69 മൈസൂരിലെ ഹൈദരലിയോട് എന്ത് ചെയ്തു? തോറ്റു. അപ്പൊ റിസൾട്ടും ഇല്ല, കമ്പനിയും പൊളിഞ്ഞു, കയ്യിൽ നിന്ന് പൈസയും വേണം, 10 ലക്ഷം യൂറോയും ചോദിക്കുന്നുണ്ട്. ഓക്കെ അല്ലേ? ആകെ കറപ്ഷനുമാണ്, എല്ലാം പ്രശ്നമാണ്. ഇനി പറ, റെഗുലേറ്റ് ചെയ്യണം, നിയന്ത്രിക്കണം, ഈ കമ്പനി ഒന്ന് നിയന്ത്രിക്കണം, വേണം. ആ ആക്ടിന്റെ പേരാണെന്ത്? റെഗുലേറ്റിംഗ് ആക്ട് 1773. എപ്പോഴാണ് കമ്പനി, ഏത് വർഷമാണ് കമ്പനി ബ്രിട്ടീഷ് ഗവൺമെന്റിനോട് പൈസ ചോദിച്ചത്? 1772. അപ്പൊ ബ്രിട്ടീഷ് ഗവൺമെന്റിന് കാര്യം മനസ്സിലായി. നമ്മുടെ സിനിമയില് ശരത് കുമാറിന്റെ 60ാം വാർഷികത്തിലാണ് എന്ത് ചെയ്യുന്നത്? പെട്ടെന്ന് ശരത് കുമാറിന് കാര്യങ്ങളൊക്കെ മനസ്സിലാവുന്നത്. ഓക്കെ. അതേപോലെയാണ് കമ്പനിക്ക് മനസ്സിലായത്, സോറി, ബ്രിട്ടീഷ് പാർലമെന്റ് മനസ്സിലായത് എപ്പോ? 1773. ഉടനെ ബ്രിട്ടീഷ് പാർലമെന്റ് എന്ത് ചെയ്തു? നടപടി എടുത്തു. എന്താ നടപടി എടുത്തത്? നമുക്കൊരു ആക്ട് ഉണ്ടാക്കാം. ആക്ടിന്റെ പേരെന്താ? എന്താ പറയാ? റെഗുലേറ്റിംഗ് ആക്ട് 1773. മനസ്സിലായ? ഓക്കെ അല്ലേ? അപ്പൊ നമ്മുടെ ഹീറോ വരാൻ പോവാണ്. ഇതാണ് നമ്മുടെ വിജയ്. ആര്? വാറൻ ഹേസ്റ്റിങ്സ്. കണ്ട വിജയ് ലുക്കൊന്നും ഇല്ലല്ലോ. ലുക്കിലാണോ കാര്യം? ഓക്കെ അല്ലേ? പുള്ളിയാണ് ഹീറോ. ഇത്രയും മനസ്സിലായി. അപ്പൊ എന്തിനു വേണ്ടിയിട്ടാണ് ആക്ട് ഉണ്ടാക്കുന്നത്? വാറൻ ഹേസ്റ്റിങ്സിനെ കൊണ്ടുവരാൻ വേണ്ടിയിട്ട്. ഇത്രയും കാര്യം ഓക്കെ അല്ലേ? ഓക്കെ. അപ്പൊ എന്റെ ഒരു ചോദ്യം നിങ്ങളോട്, ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി ഒരു കമ്പനിയാണെന്ന് മനസ്സിലായി. നിങ്ങൾ എന്തെങ്കിലുമൊക്കെ സിനിമയും TV സീരീസും കാണുന്നവരല്ലേ? ഒരു കമ്പനിയുടെ മീറ്റിംഗ് നടക്കുമ്പോ വിജയ് ഇങ്ങനെ നിൽക്കുകയാണെന്ന് വിചാരിക്കുക. ഇവിടെ ചുറ്റും ആളുകൾ ഉണ്ടാവും ഇല്ലേ? അവരെ വിളിക്കുന്ന പേരാണ് ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ്. അതായത് വിജയ് ഇങ്ങനെ നടുവിൽ നിൽക്കും, ബാക്കി ചുറ്റും ചെയർ ഇട്ടിട്ട് ആളുകൾ ഉണ്ടാവും, അവർ മൊത്തമായിട്ടാണ് ഇരിക്കുക. അവരെ വിളിക്കുന്ന പേരാണ് എന്ത്? ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ്. ഓക്കെ. അപ്പൊ വിജയ് വന്നപ്പോ വിജയ്ക്ക് എന്ത് ചെയ്യണം? കമ്പനിയുടെ കൺട്രോൾ എടുക്കണം. കൺട്രോൾ എടുക്കണമെങ്കിൽ വിജയ്ക്ക് ആരെ കൺട്രോൾ ചെയ്യണം? ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിനെ കൺട്രോൾ ചെയ്യണം. നമ്മുടെ വാരിസ് സിനിമയിലാണെങ്കിൽ വിജയ് എന്ത് പറയും? 4 ഡയലോഗ് അടിക്കും, 10 മിനിറ്റ് കൊണ്ട് എന്ത് ചെയ്യും? കൺട്രോൾ വരും, തീം മ്യൂസിക് വരും. ഓക്കെ അല്ലേ? വാദ്യാറ് ദളപതി എന്നൊക്കെ പറഞ്ഞ് എന്ത് ചെയ്യും? മ്യൂസിക് വരും. ഈ വാറൻ ഹേസ്റ്റിങ്സിനെ കണ്ടിട്ട് വിജയനെ പോലെ തോന്നുന്നുണ്ടാ? ഇല്ല. ഓക്കെ അല്ലേ? അപ്പൊ പുള്ളിക്ക് തീം മ്യൂസിക് ഇടാനും പറ്റില്ല, എന്ത് ചെയ്യാൻ പറ്റില്ല? ഡയലോഗ് അടിക്കാനും പറ്റില്ല. ഓക്കെ അല്ലേ? അപ്പൊ പുള്ളിയെ എന്ത് ചെയ്യണം? സഹായിക്കണം. അതിനുള്ള ആക്ടാണ് എന്ത്? റെഗുലേറ്റിംഗ് ആക്ട്. അപ്പൊ ഒറ്റ വാക്കിൽ റെഗുലേറ്റിംഗ് ആക്ട് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, വാറൻ ഹേസ്റ്റിങ്സിന് എന്ത് കൊടുക്കണം? പവർ കൊടുക്കണം. കമ്പനിയുടെ കറപ്ഷൻ ഒഴിപ്പിക്കണം. അതിന് ആർക്ക് പവർ കൊടുക്കണം? വാറൻ ഹേസ്റ്റിങ്സിന് പവർ കൊടുക്കണം. ഓക്കെ അല്ലേ? ഓൾറെഡി പവർഫുൾ ആയ ഒരാള് കമ്പനിയെ ഭരിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ആ വ്യക്തിയുടെ പേരെന്താ? റോബർട്ട് ക്ലൈവ്. അപ്പൊ വാറൻ ഹേസ്റ്റിങ്സിനെ റോബർട്ട് ക്ലൈവിനെക്കാളും മുകളിലാക്കണ, താഴെയാക്കണ? മുകളിലാക്കണം. എന്നാലല്ലേ കമ്പനിയിലെ ബാക്കിയുള്ളവർ കേൾക്കൂ. അല്ലെങ്കിൽ അവര് വാറൻ ഹേസ്റ്റിങ്സിനെ കേൾക്കുവോ? ഇല്ല. അപ്പൊ റോബർട്ട് ക്ലൈവിനെ വിളിച്ച പേരാണ് ഗവർണർ. വാറൻ ഹേസ്റ്റിങ്സിന് വേറൊരു പേര്, എന്ത്? ഗവർണർ ജനറൽ. അപ്പൊ ഗവർണറെക്കാളും മുകളിലാണോ ഗവർണർ ജനറൽ? അതെ. അപ്പൊ അങ്ങനെയാണെങ്കിൽ വാറൻ ഹേസ്റ്റിങ്സ് വന്നു, പുള്ളിക്ക് പവർ കൊടുത്തു, എന്ത്? ഗവർണർ ജനറൽ. 1773 എന്താ പറയാ, റെഗുലേറ്റിംഗ് ആക്ടിലെ 1ാമത്തെ കണ്ടീഷൻ, വാറൻ ഹേസ്റ്റിങ്സിനെ ബംഗാളിന്റെ ഗവർണർ ജനറലാക്കി മാറ്റി. അപ്പൊ ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ അല്ലെങ്കിൽ ബ്രിട്ടന്റെ ആദ്യത്തെ ഗവർണർ ജനറലിന്റെ പേരെന്താ? വാറൻ ഹേസ്റ്റിങ്സ്. ഈ കാര്യം മനസ്സിലായി. പക്ഷെ ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയെ മൊത്തമായിട്ട് പൊളിച്ചിട്ട് എടുക്കാൻ ഈ ആക്ട് ഉദ്ദേശിക്കുന്നുണ്ടാ? ഇല്ല. ഈ ആക്ടിന്റെ പേരെന്താ ഞാൻ പറഞ്ഞത്? റെഗുലേറ്റിംഗ് ആക്ട്. കമ്പനിക്ക് ഇന്ത്യയിലുള്ള എല്ലാ സ്വത്തുക്കളും എന്ത് ചെയ്യാം? വെക്കാവുന്നതാണ്. പക്ഷെ കമ്പനിയെ ബ്രിട്ടീഷ് പാർലമെന്റ് എന്ത് ചെയ്യും?
നിയന്ത്രിക്കും. വാക്കെന്താ? റെഗുലേറ്റ് ചെയ്യും. ഈ ആക്ടിന്റെ ലക്ഷ്യം എന്താ? നിയന്ത്രിക്കുക. കുട്ടിയെ ക്ലാസ്സിൽ നിന്ന് പുറത്താക്കുകയാണോ ചെയ്യേണ്ടത്, അതോ കുട്ടിയെ എഴുന്നേൽപ്പിച്ച് നിൽക്കുകയാണോ ചെയ്യേണ്ടത്? എഴുന്നേൽപ്പിച്ച് നിൽക്കുകയാണെങ്കിൽ റെഗുലേറ്റിംഗ്, പുറത്താക്കുകയാണെങ്കിൽ ഡിസ്ട്രോയ്. അപ്പൊ കമ്പനിയെ ഡിസ്ട്രോയ് ചെയ്യാനാണ് ഉദ്ദേശിച്ചത്? അല്ല, കമ്പനിയെ റെഗുലേറ്റ് ചെയ്യുക. കുറച്ചു നേരം എഴുന്നേൽപ്പിച്ച് നിർത്തി കുട്ടി എന്ത് ചെയ്യണം? ക്ലാസ്സിൽ ശ്രദ്ധിക്കണം, നന്നായി പഠിക്കണം എന്ന് മാത്രമേ എന്തുള്ളൂ? ആഗ്രഹമുള്ളൂ. ഓക്കെ അല്ലേ? അപ്പൊ ഒരു അച്ഛന്റെ ആഗ്രഹമല്ലേ, ഒരു അച്ഛന്റെ രോദനമല്ലേ ശരത് കുമാറിന്റെ രോദനം. അപ്പൊ ബ്രിട്ടീഷ് പാർലമെന്റ് എന്താ ചെയ്യാൻ പോണത്? കമ്പനിയെ ഡിസ്ട്രോയ് ചെയ്യോ? എത്രയായാലും നമ്മൾ വളർത്തിയ കമ്പനി അല്ലേ, കമ്പനി എന്ത് ചെയ്യുക? റെഗുലേറ്റ് ചെയ്യുക. ഇത്രയും മനസ്സിലായ? ഇത്രയും മനസ്സിലായി. അതിനുവേണ്ടി ആദ്യം വന്ന വിജയാരാ? വാറൻ ഹേസ്റ്റിങ്സ്. വാറൻ ഹേസ്റ്റിങ്സിന് കൊടുത്ത പദവിയുടെ പേരെന്താ? ഗവർണർ ജനറൽ. മുമ്പുണ്ടായിരുന്ന പദവിയുടെ പേരെന്താ? ഗവർണർ. അപ്പൊ ഇന്ത്യയിലെ ആദ്യത്തെ ഗവർണർ ജനറലിന്റെ പേരെന്താ? ബ്രിട്ടീഷേഴ്സിലെ വാറൻ ഹേസ്റ്റിങ്സ്. ആക്ടിന്റെ പേരെന്താ? റെഗുലേറ്റിംഗ് ആക്ട് 1773. ഓക്കെ, ഈ കാര്യം ഓക്കെയാണോ? ഈ കാര്യം ഓക്കെയാണ്. വിജയനെ കണ്ടു. ക്ലിയർ അല്ലേ? ഫൈൻ. അങ്ങനെയാണെങ്കിൽ ഗവർണർ ജനറലിന് ഒറ്റയ്ക്ക് ചെയ്യാൻ പറ്റില്ല. ഓക്കെ, ഗവർണർ ജനറൽ എന്ത് ചെയ്യണം? ഒരു കൗൺസിലേഴ്സിനെ കൊടുക്കണം. എന്തിനാ കൗൺസിലേഴ്സ് കൊടുക്കേണ്ടത്? ഓൾറെഡി അവിടെ കുറച്ച് പേരുണ്ട്. അവരുടെ പേരാണ് ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ്. ആ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിനെ കൺട്രോൾ ചെയ്യണം. അപ്പോ നമ്മുടെ ഹീറോയ്ക്ക് ആവശ്യമുള്ള ആള് വേണ്ടേ? വേണം. അങ്ങനെ അവർക്കൊരു സ്ഥലം കൊടുത്തു. എന്ത്? ഫോർട്ട് വില്യം. വില്യമില് ഒരു കോട്ടയുണ്ട്, ഫോർട്ട് വില്യം. കൽക്കട്ടയിൽ ഒരു കോട്ടയുണ്ട്, കോട്ടയുടെ പേരാണ് ഫോർട്ട് വില്യം, വില്യം കോട്ട. അവിടെ ഗവർണർ ജനറൽക്ക് ഇരിക്കാം. ഓക്കെ അല്ലേ? ഗവർണർ ജനറലിന്റെ കയ്യിൽ എന്തുണ്ട്? കൗൺസിലേഴ്സ് ഉണ്ട്. എത്ര പേരുണ്ട്? 4 പേരുണ്ട്. ഈ 4 പേരും ഗവർണർ ജനറലും കൂടി എന്ത് ചെയ്യും? ഇനി കാര്യങ്ങൾ തീരുമാനിക്കും. ഇതാണ് രണ്ടാമത്തെ കാര്യം. അപ്പൊ ഞാൻ ഇത്രയും നേരം പറഞ്ഞ 2 കാര്യങ്ങളും ഗവർണർ ജനറൽ ആയിരുന്ന വാറൻ ഹേസ്റ്റിങ്സിന് എന്ത് കൊടുക്കാൻ? പവർ കൊടുക്കാനല്ലേ? അപ്പൊ ഈ ആക്ടിന്റെ പ്രധാനപ്പെട്ട ലക്ഷ്യം എന്താ? വാറൻ ഹേസ്റ്റിങ്സിന് പവർ കൊടുക്കുക, ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയിലെ കറപ്ഷൻ ഒഴിവാക്കുക. ഓക്കെ ആണല്ലോ? ഫൈൻ. എന്തെങ്കിലും ഒരു തീരുമാനം എടുക്കണമെങ്കിൽ ഈ കൗൺസിലാണ് തീരുമാനം എടുക്കുക. സോ കൗൺസിൽ എത്ര പേരുണ്ട്? 4 പേര്. ഈ കൗൺസിലിനെ വിളിക്കുന്ന പേരെന്താ? ഗവർണർ ജനറൽ കൗൺസിൽ. എന്തെങ്കിലും ഒരു തീരുമാനം എടുക്കണമെങ്കിൽ മെജോറിറ്റി റൂളിലൂടെ. മെജോറിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൈവക്ക്. അപ്പൊ മാക്സിമം പേര് കൈവക്കി എന്തായി? മെജോറിറ്റി റൂളായി. മെജോറിറ്റി റൂളിലൂടെ ആര് തീരുമാനിക്കും? ഗവർണർ ജനറൽ കൗൺസിൽ തീരുമാനിക്കും. ഇത്രയും കാര്യം ഓക്കെയാണോ? അതെ. ബ്രിട്ടീഷേഴ്സ് ഇന്ത്യയെ ഭരിച്ചിരുന്നത് 3 പ്രധാനപ്പെട്ട സ്ഥലങ്ങളിലാണ്. ഒന്നിന്റെ പേര് ബംഗാൾ, ഒന്നിന്റെ പേര് ബോംബെ, ഒന്നിന്റെ പേര് മദ്രാസ്. ഓക്കെ അല്ലെ? ഇതിനു മുമ്പ് സർ, ഏതിനു മുമ്പ്? 1771-73 മുമ്പ് ബംഗാള് വേറെ, ബോംബെ വേറെ, എന്ത് വേറെ? മദ്രാസ് വേറെ. ഇങ്ങനെയായിരുന്നു ഉണ്ടായിരുന്നത്. അപ്പൊ 1770 എന്ന് പറഞ്ഞ് നമ്മുടെ ഹീറോ വന്നിട്ടുണ്ട്, വാറൻ ഹേസ്റ്റിങ്സ്. ഇനി എല്ലാവരും ആര് പറയുന്നത് കേൾക്കുക? വാറൻ ഹേസ്റ്റിങ്സ് പറയുന്നത് കേൾക്കുക. ഓക്കെ, അപ്പൊ ഇന്ത്യയിലെ ഏറ്റവും പവർഫുൾ ആയ വ്യക്തി ഇപ്പൊ ആരാ? ബ്രിട്ടീഷേഴ്സില് വാറൻ ഹേസ്റ്റിങ്സ്. അപ്പൊ ബംഗാളിൽ ഇരുന്ന് ഇന്ത്യയെ ഭരിക്കാൻ പോവാണ്. അതെ. അങ്ങനെയാണെങ്കിൽ എല്ലാം സെൻട്രലൈസ് ചെയ്തു. സാർ മനസ്സിലായില്ല? ഒറ്റ വ്യക്തി, ഒരേ ഒരു വ്യക്തി, നമ്മുടെ ഹീറോ ആയ വിജയ്. വിജയ് ആണോ ഭരിക്കണത്? അതെ. അങ്ങനെയാണെങ്കിൽ എല്ലാം വിജയുടെ കൺട്രോളിലല്ലേ? അപ്പൊ എല്ലാം വാറൻ ഹേസ്റ്റിങ്സിന്റെ കൺട്രോളിലല്ലേ? അതെ. അങ്ങനെയാണെങ്കിൽ വാറൻ ഹേസ്റ്റിങ്സിന്റെ സെൻട്രലൈസേഷൻ ആണോ അതോ ഡീസെൻട്രലൈസേഷൻ ആണോ? വാറൻ ഹേസ്റ്റിങ്സ് എല്ലാവർക്കും അധികാരം എടുത്തോ പറഞ്ഞ് കൊടുക്കുകയാണോ അതോ വാറൻ ഹേസ്റ്റിങ്സ് അധികാരം കിട്ടിക്കൊണ്ടിരിക്കുകയാണോ? കിട്ടിക്കൊണ്ടിരിക്കുകയാണ്. ഓക്കെ. അങ്ങനെയാണെങ്കിൽ ഇപ്പൊ ബംഗാളാണോ വലുത്? സോറി, ബംഗാളാണോ വലുത്? മദ്രാസ് ആണോ? ബംഗാളാണോ വലുത്? മദ്രാസ് ആണോ വലുത്? അതോ ബോംബെ ആണോ വലുത്? ബംഗാൾ. ഈ കാര്യം ഓക്കെ ആയോ? ഈ കാര്യം ഓക്കെ ആയി. അപ്പൊ അധികാരം കിട്ടി. ഓക്കെ. കൗൺസിലർമാരുണ്ടാ? ഉണ്ട്. ഇന്ത്യയിലെ ഏറ്റവും വലുതായിട്ട് ബംഗാൾ മാറി. ഓക്കെ അല്ലെ? ഇനി മദ്രാസിനും ബോംബെക്കും ഫോറിൻ പോളിസി വെച്ച് കഴിഞ്ഞാൽ ഏതെങ്കിലും രാജാവായിട്ട് ഉണ്ടാക്കാൻ പോവുകയാണ്, അല്ലെങ്കിൽ അവരായിട്ട് എന്താണ് അടി ഉണ്ടാക്കാൻ പോവുകയാണ്. അങ്ങനെ എന്തെങ്കിലും വാർ അല്ലെങ്കിൽ യുദ്ധം ഉണ്ടാക്കുന്നതിന് മുമ്പ് ആരോട് ചോദിക്കണം? ബംഗാളിനോട് ചോദിക്കണം. എന്തിനാ ചോദിക്കേണ്ടത്? മക്കളെ കയ്യിൽ പൈസ ഇല്ല, കമ്പനി പൊളിഞ്ഞിരിക്കുകയല്ലേ, അതിന്റെ പുറത്ത് യുദ്ധം കൂടി ചെയ്താൽ എന്ത് ചെയ്യും? കമ്പനി വീണ്ടും പൊളിയില്ലേ? അപ്പൊ യുദ്ധം ചെയ്യണോ വേണ്ടോ എന്ന് ആര് തീരുമാനിക്കും?
നമ്മുടെ വാറണ ഇൻസ്റ്റിക്സ് അതിന്റെ കൗൺസിൽ വേറെന്താ? ഗവർണർ ജനറൽ കൗൺസിൽ. ഓക്കെ അല്ലേ? കമ്പനിയുടെ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് ഉണ്ട്. അവരാണോ ഈ കമ്പനി കുട്ടിച്ചോറാക്കിയത്? അതെ, റോബർട്ട് ക്ലൈവ് ഒറ്റയ്ക്കുള്ളല്ലോ. അപ്പൊ ഈ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിന് കാലാവധി വെക്കും. നേരത്തെ കാലാവധി ഒന്നുമില്ല. എന്റെ മാമന്റെ മകനെ ഞാൻ എന്താക്കി? ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് ആക്കി. നെപ്പോട്ടിസം പൊളിക്കണ്ടേ? പൊളിക്കണം. അപ്പൊ അതിനൊരു ടൈം പീരീഡ് വെച്ചു. എത്ര വർഷം? 5 വർഷത്തേക്ക് നിങ്ങൾക്ക് കമ്പനിയുടെ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് ആവാം. ഓക്കെ. ഓരോ വർഷം കഴിയുന്തോറും അതിൽ 1/4 പേര് എന്ത് ചെയ്യും? റിട്ടയർ ചെയ്യും. സാർ മനസ്സിലായില്ല? മൊത്തം 8 പേരുണ്ടെന്ന് വിചാരിക്കുക. 8ന്റെ 1/4 എന്താ? 2 പേര്. ഓക്കെ. ഓരോ വർഷം കഴിയുമ്പോഴും എന്ത് ചെയ്യും? 2 പേര് റിട്ടയർ ചെയ്തുകൊണ്ടേയിരിക്കും. അവർക്ക് വീണ്ടും റീഎലക്ട് ചെയ്യാൻ പറ്റുമോ? ഇല്ല. ഒരു പ്രാവശ്യം ഞങ്ങൾ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് ആയി കഴിഞ്ഞാൽ വീണ്ടും ആവാൻ പറ്റില്ല. അതെന്താ വീണ്ടും ആവാൻ പറ്റാത്തത്? നെപ്പോട്ടിസം അല്ലേ? നെപ്പോട്ടിസം ഇതല്ലേ കമ്പനിയിലെ പ്രശ്നം. അപ്പൊ നെപ്പോട്ടിസം തീർക്കണമെങ്കിൽ എന്ത് ചെയ്യണം? ഒരു പ്രാവശ്യം നിങ്ങൾ കമ്പനിയുടെ ഡയറക്ടർ ആയി കഴിഞ്ഞാൽ പിന്നെ എന്താവില്ല? കമ്പനിയുടെ ഡയറക്ടർ ആവില്ല. നിങ്ങളുടെ കാലാവധി എത്ര വർഷമാണ്? 5 വർഷം. എല്ലാ വർഷവും എന്ത് ചെയ്യും? 1/4 പേര് റിട്ടയർ ആവും. അപ്പൊ നെപ്പോട്ടിസം പൊളിച്ചു. കറപ്ഷൻ പൊളിക്കാൻ വേണ്ടിയിട്ട് വാരണാസിന് അധികാരം കൊടുത്തു. ബംഗാളും ബോംബെയും മദ്രാസും ബംഗാളിന്റെ കയ്യിൽ കൊണ്ടുവന്നു. ഓക്കെ ആണല്ലോ. അപ്പൊ പ്രധാന പ്രശ്നം എന്താ? കറപ്ഷൻ. നിന്റെ കയ്യിലുള്ള എല്ലാ പൈസയുടെയും സ്ഥാവര ജംഗമ വസ്തുക്കളുടെയും എന്ത് ചെയ്യുക? കണക്ക് അങ്ങോട്ട് പുറത്തേക്ക് വിടുക. സാർ മനസ്സിലായില്ല? നിങ്ങളൊരു ഗവൺമെന്റ് എംപ്ലോയി ആയിരുന്നു വിചാരിക്കുക. നിങ്ങളുടെ സാലറിയാണ് 50,000 രൂപ. 5 വർഷം കഴിഞ്ഞപ്പോൾ നിങ്ങളുടെ കയ്യിൽ മാക്സിമം ഉണ്ടാവുന്ന കാശ് ഒരു 20 ലക്ഷം രൂപയാണെന്ന് വിചാരിക്കുക. നിങ്ങളുടെ കയ്യിൽ 5 കോടി രൂപയുടെ സ്വത്തുണ്ട്. ഇത് എവിടെ നിന്ന് വന്നു എന്ന് അറിയണം. അപ്പൊ എവിടെയോ എന്തോ പ്രശ്നമുണ്ട്, കറപ്ഷൻ നടന്നിട്ടുണ്ട്. അപ്പൊ എന്താ ഗവൺമെന്റ് പറയാ? നിന്റെ കയ്യിലുള്ള സ്വത്തിന്റെ കണക്ക് കാണിക്കുക. ഓക്കെ ആണല്ലോ. അതന്നെയാണ് ഈ റെഗുലേറ്റിംഗ് ആക്ടിലും പറഞ്ഞത്. കമ്പനിയുടെ ഡയറക്ടേഴ്സും കമ്പനിയുടെ ബാക്കിയുള്ള എംപ്ലോയീസും അവരുടെ റവന്യൂ, സിവിൽ, മിലിറ്ററി, ഓക്കെ എന്ന് വെച്ചാൽ എല്ലാ കാര്യങ്ങളും ഇന്ത്യൻ നാട്ടുരാജാക്കന്മാരായിട്ട് ഇന്ത്യയിലുള്ള ആളുകളായിട്ട് നിങ്ങൾ എന്തൊക്കെ ചെയ്തിട്ടുണ്ട്, എന്തൊക്കെ ബ്രൈബ് വാങ്ങിയിട്ടുണ്ട്, അത് ടാക്സ് പിരിച്ചില്ലേ, എന്തൊക്കെ കിട്ടിയിട്ടുണ്ട്, അതുകൊണ്ട് നീ എന്ത് വാങ്ങി, എവിടെ വാങ്ങി, എല്ലാം എന്ത് ചെയ്യാം? പബ്ലിഷ് ചെയ്യാം. ഓക്കെ അല്ലേ? അപ്പോൾ കറപ്ഷൻ പിടിക്കാൻ പറ്റുമോ? കറപ്ഷൻ പിടിക്കാൻ പറ്റും. കറപ്ഷൻ പിടിക്കാനുള്ള വഴിയായി. കറപ്ഷൻ പിടിച്ചു കഴിഞ്ഞാൽ എന്ത് ചെയ്യണം? ഒരാള് അഴിമതിയിൽ കൈക്കൂലിക്കാരനാണെന്ന് മനസ്സിലായി. ഇനി അയാളെ എന്താ ചെയ്യേണ്ടത്? ശിക്ഷിക്കണം. ശിക്ഷിക്കാൻ ദാ കിടക്കുന്നു എന്ത്? കോർട്ടിന്റെ പേരെന്താ? സുപ്രീം കോർട്ട്. എവിടെ ഉണ്ടാക്കിയത്? ഫോർട്ട് വില്യം. അന്ന് ഫോർട്ട് വില്യമിൽ ഉണ്ടാക്കിയത് മക്കളെ നമ്മുടെ ഗവർണർ ജനറൽ കൗൺസിൽ അവിടെയല്ലേ. അപ്പൊ എന്താ ചെയ്യാ? കൗൺസിലിലെ ആളുകൾ വിളിച്ചിട്ട് എന്ത് പറയും? നീ അഴിമതിക്കാരനാണ്. അപ്പുറത്ത് ബ്ലോക്കിൽ ഒരു കോർട്ട് ഉണ്ട്. കോർട്ടിന്റെ പേരെന്താ? സുപ്രീം കോർട്ടാണ്. എപ്പ ഉണ്ടാക്കി? 1774. അവിടെ എത്ര ജഡ്ജസ് ഉണ്ട്? 3. ഒരു ചീഫ് ജസ്റ്റിസും 3 ജഡ്ജസും. ഇവരുടെ പണി എന്താ? ബ്രിട്ടീഷുകാരെ മാത്രം സിവിൽ ക്രിമിനൽ കേസിൽ ശിക്ഷിക്കുക. ഇന്ത്യക്കാരെ ശിക്ഷിക്കാൻ ഇവർക്ക് അധികാരമില്ല. ഇന്ത്യക്കാരെ ഇപ്പൊ ശിക്ഷിക്കാൻ ഇവർക്ക് എന്ത് അധികാരം കൊടുക്കേണ്ട കാര്യമുള്ളത്? കറപ്ഷൻ ആരാ ചെയ്തത്? ബ്രിട്ടീഷുകാരല്ലേ. നമ്മുടെ മോനാരാ? റോബർട്ട് ക്ലൈവ് അല്ലേ. റോബർട്ട് ക്ലൈവും ബോർഡ് ഓഫ് ഡയറക്ടേഴ്സും ബാക്കിയുള്ള എല്ലാവരും കൂടെ അല്ലേ കറപ്ഷൻ ചെയ്തതെല്ലാം ബ്രിട്ടീഷുകാരല്ലേ. അപ്പൊ സുപ്രീം കോർട്ട് ഉണ്ടാക്കി. ഏത് ആക്ട് പ്രകാരം? റെഗുലേറ്റിംഗ് ആക്ട് 1773 പ്രകാരം. ഏത് വർഷമാണ് ഉണ്ടാക്കിയത്? 1774. എവിടെ ഉണ്ടാക്കിയത്? ഫോർട്ട് വില്യം. എന്തുകൊണ്ടാണ് ഫോർട്ട് വില്യം സെലക്ട് ചെയ്തത്? അവിടെയാണ് ഗവർണർ ജനറലിന്റെ കൗൺസിൽ ഉള്ളത്. എത്ര ചീഫ് ജസ്റ്റിസ് ഉണ്ട്? 1. എത്ര ജഡ്ജസ് ഉണ്ട്? 3. മൊത്തം എത്ര ആളുണ്ട്? 4. ഇതിന്റെ ചീഫ് ജസ്റ്റിസിന്റെ പേരെന്താ? എലീജ ഇംപ്ലെ. ഓക്കെ അല്ലേ? ജഡ്ജസ് എവിടെന്നാ വരുന്നത്? ഇംഗ്ലണ്ട്. അതെന്താ ഇംഗ്ലണ്ടിൽ നിന്ന് വരുന്നത്? എന്റെ മക്കളെ, ഇവിടെയുള്ള എല്ലാ ബ്രിട്ടീഷുകാരും എന്താ? കറപ്റ്റഡ് ആണ്. മാക്സിമം പേര് കറപ്റ്റഡ് ആണ്. അവരും തന്നെ ജഡ്ജിനെ വെച്ച് കഴിഞ്ഞാൽ നീതി കിട്ടുവോ? ഇല്ലല്ലോ. അപ്പൊ ജഡ്ജസ് എവിടെ നിന്ന് വരണം? ഇംഗ്ലണ്ടിൽ നിന്ന് വരണം. അവർക്ക് സിവിൽ കേസ് കൊടുക്കാം, ക്രിമിനൽ കേസ് കൊടുക്കാം. ആർക്കെതിരെ? ബ്രിട്ടീഷുകാർക്കെതിരെ. ആർക്കെതിരെ എടുക്കാൻ പറ്റില്ല? ഇന്ത്യക്കാർക്കെതിരെ എടുക്കാൻ പറ്റില്ല. എന്തുകൊണ്ട്? ഈ കഥയിൽ ഇന്ത്യക്കാരെ ഇല്ല. കറപ്ഷൻ ചെയ്ത ആരാ? ബ്രിട്ടീഷുകാര്. അതിന് പണിഷ്മെന്റ് കൊടുക്കേണ്ടത് എന്താ? ബ്രിട്ടീഷുകാര്.
ഇതൊരു കുടുംബ പ്രശ്നമാണ്. ഓക്കെ അല്ലേ? നമ്മുടെ കുടുംബ പ്രശ്നത്തിൽ പുറമേ നിന്നുള്ള ആളെ കൊണ്ടുവരണ വേണ്ട. ഇപ്പൊ വാരിസിന്റെ കഥ മനസ്സിലായ? അതൊരു കുടുംബ പ്രശ്നമല്ലേ? ആണ്. വിജയ് വന്നിട്ട് കുടുംബത്തിനെ ഒന്നാക്കണതാണ് വാരിസിന്റെ കഥ. അപ്പൊ വാറൻ ഏസിക്സ് വന്നിട്ട് എന്ത് ചെയ്യണം? ബ്രിട്ടീഷുകാരെ ഒരുമിപ്പിക്കുന്നതാണ് എന്ത്? റെഗുലേറ്റിംഗ് ആക്ടിന്റെ കഥ. ഓക്കെ ആണല്ലോ? മനസ്സിലായ? മനസ്സിലായി. ഓക്കെ. അങ്ങനെയാണ് ഈ ആക്ട് എന്ത് ചെയ്തു? ഈ ആക്ട് ഇന്ത്യയിൽ ഒരു സെൻട്രലൈസ്ഡ് റൂളിന് തുടക്കമിട്ടു. വാറൻ ഏസിക്സ് ആരായിട്ട് മാറി? ഫസ്റ്റ് ഗവർണർ ജനറൽ ആയിട്ട് മാറി. ഇത്രയും കാര്യങ്ങൾ ഓക്കെ ആണോ? ഇതാണ് നമ്മൾ ഇന്ന് പഠിക്കുന്നത്. അപ്പൊ നിങ്ങൾക്ക് റെഗുലേറ്റിംഗ് ആക്ട് 1773 നന്നായി മനസ്സിലായെന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം. അത് എത്ര ചെറിയ ഡൗട്ട് ആണെങ്കിലും. ഓക്കെ അല്ലേ? നിങ്ങൾക്ക് ഈ ക്ലാസ് ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക. ഓക്കെ? വേറെ ആർക്കെങ്കിലും ഹെൽപ്പ് ആവുമെന്ന് തോന്നുവാണെങ്കിൽ അവർക്കും ഷെയർ ചെയ്ത് കൊടുക്കാം. ഓക്കെ? സോ വൺസ് അഗെയിൻ ബൈ. നമുക്ക് ഇതേപോലെ ക്ലാസ്സിൽ വീണ്ടും കാണാം. ഓക്കെ? അതുവരെ നിങ്ങളുടെ അടുത്ത് വിട പറയുന്നത് കിരൺ. ബൈ. ടേക്ക് കെയർ.